Good evening, everyone. ഇപ്പോൾ നമ്മൾ കുറച്ച് ബ്രേക്കിന് ശേഷം ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പ്രോബ്ലം നമ്മൾ ചെയ്ത് വെച്ചിരുന്നു പറയാമോ? ജസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ഏതാണെന്ന് ജസ്റ്റ് നോക്കി പറയാമോ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നോക്കട്ടെ. കാരണം അന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെക്നിക്കൽ ഇഷ്യൂ കാരണം മ്യൂച്വൽ ഫണ്ട് ഡേ 5 നമ്മൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ഏറെക്കുറെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 5 കഴിഞ്ഞ് ക്വസ്റ്റ്യൻ നമ്പർ 6 എടുക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. സോ ക്വസ്റ്റ്യൻ നമ്പർ 6 പോകുന്നതിന് മുൻപ് നമുക്ക് ഇനി രണ്ട് കാര്യം പഠിക്കാനുള്ളത്. ഒന്ന് മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സിന്റെ കാൽക്കുലേഷനും അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണും അതേപോലെ ആനുവൽ കോമ്പൗണ്ടഡ് റുപ്പി വെയ്റ്റഡ് റിട്ടേൺ. ഈ രണ്ട് ടോപ്പിക്കാണ് മ്യൂച്വൽ ഫണ്ടിൽ പെൻഡിങ് ഉള്ളത്. ആ രണ്ട് ടോപ്പിക് കഴിയുന്നതോടുകൂടി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ടോപ്പിക് തീരും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 6 എടുക്കൂ. ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് ഫണ്ട് എം എൻ and market portfolio using Morningstar index from the following information available for the past 6 months. അപ്പോൾ മോർണിംഗ് ഇൻഡെക്സ് പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ക്വസ്റ്റ്യന് തൊട്ട് മുകളിൽ മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതുണ്ട്. മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് എക്സസ് റിട്ടേൺ ഈക്വൽ ടു ആവറേജ് മന്ത്ലി റിട്ടേൺ മൈനസ് ആവറേജ് മന്ത്ലി റിസ്ക് ഓഫ് ലോസ്. ആ ഫോമാറ്റ് പഠിക്കുക. ആവറേജ് മന്ത്ലി റിട്ടേൺ മൈനസ് ആവറേജ് മന്ത്ലി റിസ്ക് ഓഫ് ലോസ് ആണ്. ഇത് പ്രോബ്ലം ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. സോ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കൂ. നമുക്ക് അറിയേണ്ടത് ആവറേജ് മന്ത്ലി റിട്ടേൺ അറിയണം, അതേപോലെ തന്നെ എക്സസ് എത്രയെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കുറച്ചധികം ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ്. സോ പുതിയൊരു വൺ നോട്ട് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ഫണ്ട് എം എൻ ആൻഡ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ യൂസിംഗ് മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ അവൈലബിൾ. 6 months ട്രഷറി ബിൽ ക്യാരി ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 6% പെർ ആനം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നോട്ട് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സിൽ നമ്മൾ എക്സസ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സസ് റിട്ടേൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സസ് റിട്ടേൺ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടത് ആവറേജ് മന്ത്ലി റിട്ടേൺ അറിയണം, ആവറേജ് മന്ത്ലി റിസ്ക് ഓഫ് ലോസ് അറിയണം. ആവറേജ് മന്ത്ലി റിട്ടേൺ അറിയണം, ആവറേജ് മന്ത്ലി റിസ്ക് ഓഫ് ലോസ് അറിയണം. സോ ആവറേജ് മന്ത്ലി റിട്ടേൺ ഞാൻ ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, ഇവിടെ റിസ്ക് ഓഫ് ലോസും എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് രണ്ടിന്റെയും ആവറേജിന് ഡിഫറൻസ് ആണ് എക്സസ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ മന്ത് ആയിട്ട് അവർ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ തന്നിട്ടുണ്ട്. സോ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ
August and September. പിന്നെ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഫണ്ട് എം ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ആവറേജ് മന്ത്ലി റിട്ടേൺ എത്രയെന്ന് അറിയണം. അപ്പോൾ അത് ഫസ്റ്റ് തന്നിട്ടുണ്ട്. ഏപ്രിലിലെ റിട്ടേൺ 3.25. ഇപ്പോൾ ആവറേജ് മന്ത് വേറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, മന്ത് തന്നിട്ടുണ്ട് 1.5. ജൂണിൽ 1 ലോസ്, ജൂലൈയിൽ 3.75, ഓഗസ്റ്റിൽ 1.25 ആൻഡ് സെപ്റ്റംബറിൽ 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റിസ്ക് ഓഫ് ലോസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 6 month ട്രഷറി ബില്ല് തന്നിട്ടുണ്ട്. 6 month ട്രഷറി ബില്ലിന്റെ എമൗണ്ട് എത്ര തന്നിരിക്കുന്നത്? 6% പെർ ആനം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ മന്ത്ലി റിസ്ക് ഫ്രീ റിട്ടേൺ എത്രയായിരിക്കും? അപ്പൊ therefore മന്ത്ലി റിസ്ക് ഫ്രീ റിട്ടേൺ ഈക്വൽ ടു 6% പെർ ആനം ആണ്. അപ്പൊ 6% ഡിവൈഡഡ് ബൈ 12, അപ്പൊ 6 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 0.5 പെർ മന്ത് ആണ്. 0.5% ആണ്. അപ്പോൾ എന്താ ഈ റിസ്ക് ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ? റിസ്ക് ഫ്രീ റിട്ടേൺ 6% പെർ ആനം ആണ്. അപ്പൊ മന്ത്ലി നമ്മുടെ റിട്ടേൺ എത്രയാ? 0.5. അപ്പൊ ഈ 0.5ലേറെ കുറവാണ് നമ്മുടെ റിട്ടേൺ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോസ്. നമുക്ക് ലോസ് ഉണ്ട്. അതായത് റിസ്ക് ഫ്രീ റിട്ടേൺ നമ്മുടെ FDയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോണ്ടിലോ കൊണ്ടുപോയി വെറുതെ ചുമ്മാ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി പെർ ആനം 6% കിട്ടുമ്പോൾ മന്ത്ലി 0.5 റിട്ടേൺ കിട്ടും. അതിലേറെ കുറവാണ് നമുക്ക് ഈ ഫണ്ടിൽ നിന്ന് വരുന്ന റിട്ടേൺ എങ്കിൽ നമ്മൾ അത് എന്ത് പറയും? അവിടെ ഒരു ലോസ് ഉണ്ട്, റിസ്ക് ഓഫ് ലോസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കേസിൽ ഏപ്രിലിൽ അങ്ങനെ ഒരു റിട്ടേൺ ലോസ് ഉണ്ടോ? ഇല്ല. കാരണം ഏപ്രിലിൽ നമ്മുടെ റിട്ടേൺ 3.25 ആണ്. 0.5ലേറെ കൂടുതലാണ്. 5%ലേറെ കൂടുതലാണെങ്കിൽ പിന്നെ അവിടെ റിസ്ക് ഓഫ് ലോസ് ഇല്ല. മെയ്യിൽ റിസ്ക് ഓഫ് ലോസ് ഉണ്ടോ? ഇല്ല, 1.5 ആണ്. ഇനി ജൂണിൽ നമുക്ക് റിസ്ക് ഓഫ് ലോസ് ഉണ്ട്. എത്രയാണ് നമ്മുടെ ലോസ്? ഇവിടെ 1 ലോസ് വന്നു. പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വെറുതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.5 കിട്ടുമായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ലോസ് ഇപ്പൊ എത്രയാ? 1.5 ആണ്. ഇനി 1.5 വന്നേ, നമുക്ക് ലോസ് 1 വന്നു കഴിഞ്ഞു. ഇത് വെറുതെ ചുമ്മാ കൊണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.5 കിട്ടുമായിരുന്നു. അപ്പൊ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 1.5 ആണ് നമ്മുടെ ലോസ്. റിസ്ക് ഓഫ് ലോസ് തന്നെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, പിന്നെ നെഗറ്റീവ് കാണിക്കുന്നില്ല. ജൂലൈയിൽ 3.75 ആണ്, 0.5ലേറെ കൂടുതലാണ്. ഓഗസ്റ്റിൽ 0.5ലേറെ കൂടുതലാണ്, പ്രശ്നമല്ല. സെപ്റ്റംബറിൽ പ്രശ്നമാണ്. സെപ്റ്റംബറിൽ നമ്മുടെ റിട്ടേൺ 0 ആണ്. അപ്പൊ എത്ര റിസ്ക് ഓഫ് ലോസ്? 0 മൈനസ് 0.5 അല്ലെങ്കിൽ 0 പ്ലസ് 0.5 പോയി, പിന്നെ 0.5 നമുക്ക് ലോസ് ആയി. കാരണം വെറുതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുമായിരുന്നു? 0.5 കിട്ടുമായിരുന്നു. അപ്പൊ നമുക്ക് ലോസ് 0.5 ആണ്. അപ്പോ ഫണ്ട് എമ്മിന്റെ ടോട്ടൽ റിട്ടേൺ എത്രയാണ്? ടോട്ടൽ റിട്ടേൺ മന്ത്ലി റിട്ടേൺ 3.2 പ്ലസ് 1.5 മൈനസ് 1 പ്ലസ് 3.75 പ്ലസ് 1.25. ടോട്ടൽ റിട്ടേൺ 8.75 ആണ്. റിസ്ക് ഓഫ് ലോസ് 1.5ഉം 2 ആണ് റിസ്ക് ഓഫ് ലോസ്. അപ്പൊ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫോർമുല എന്തായിരുന്നു? നിങ്ങൾ ആ ഫോർമുല ജസ്റ്റ് നോക്കൂ. ആവറേജ് മന്ത്ലി റിട്ടേൺ മൈനസ് ആവറേജ് മന്ത്ലി റിസ്ക് ഓഫ് ലോസ് ആണ്. അപ്പൊ ആവറേജ് മന്ത്ലി എത്രയാണ്? അപ്പൊ ആവറേജ് മന്ത്ലി റിട്ടേൺ 8.75 ഡിവൈഡഡ് ബൈ 6ഉം ആവറേജ് റിസ്ക് ഓഫ് ലോസ് 6 months ആണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 months ആണ്. 2 divided by 6ഉം this is equal to 8.75 divided by 6, 1.458 ആണ്. പിന്നെ റൗണ്ട് ചെയ്യുന്നു 1.46ഉം and 2 divided by 6 equal to 0.33. അപ്പോൾ ആവറേജ് മന്ത്ലി റിട്ടേൺ കിട്ടി, ആവറേജ് മന്ത്ലി റിസ്ക് ഓഫ് ലോസ് കിട്ടി. Therefore Morningstar index
Morningstar Index excess return. Excess return. എങ്ങനെ excess return calculate ചെയ്യുക? Average excess return equal to average monthly return minus average risk of loss. അപ്പോൾ ഫണ്ട് എമ്മിൻ്റെത് 1.46 മൈനസ് 0.33 ഇതെല്ലാം പെർസെൻറ്റേജ് ആണ്. ആവറേജ് മന്ത്ലി റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ലോസ് എല്ലാം പെർസെൻറ്റേജ് ആണ്. 1.46 minus 0.33 equal to 1.13%. 1.13%. അപ്പോൾ ഫണ്ട് എമ്മിൻ്റെത് 1.13% ആണ്. ഇതേപോലെ ഫണ്ട് എൻ കാണണം. അതേപോലെ തന്നെ നമുക്കൊരു ഫണ്ടും കൂടി ഉണ്ട്. ആ രണ്ട് ഫണ്ടും ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ട് ഫണ്ടും ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. ഫണ്ട് എന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ തന്നിട്ടുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഫണ്ട് എന്നിന്റെ ഫിഗേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇത് വീണ്ടും ഒന്നുകൂടി കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനെങ്കിൽ എനിക്ക് മുകളിലോട്ട് വീണ്ടും വീണ്ടും സ്ക്രോൾ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഫണ്ട് എൻ ഇതേപോലെ തന്നെ ഫണ്ട് എൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആവറേജ് മന്ത്ലി റിട്ടേൺ മൈനസ് ആവറേജ് റിസ്ക് ഓഫ് ലോസ് ആണ്. അപ്പൊ ആവറേജ് മന്ത്ലി റിട്ടേൺ എത്രയെന്ന് കണ്ടുപിടിക്കണം, ആവറേജ് റിസ്ക് ഓഫ് ലോസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ ഡിഫറൻസ് ആണ് മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സിൽ പറയുന്ന എക്സസ് എന്ന് പറയുന്ന ഐറ്റം. സോ മന്ത് ഏപ്രിൽ മന്ത്ലി റിട്ടേൺ ഫണ്ട് എൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏപ്രിൽ 2.5, ഏപ്രിൽ മെയ്യില് 1.25, ഏപ്രിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. ഓക്കെ, ജൂണിൽ 0, ജൂലൈ 2.75, 2.25 and 1.25. റിസ്ക് ഫ്രീ റിട്ടേൺ അവിടെ തന്നെ സെയിം ആണ്. റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ മന്ത്ലി ആവറേജ് മന്ത്ലി റിസ്ക് ഫ്രീ റിട്ടേൺ ഈക്വൽ ടു 0.5%. അപ്പൊ റിസ്ക് ഓഫ് ലോസ് എത്രയാണ്? ഏപ്രിൽ ഒരു റിസ്ക് ഓഫ് ലോസും ഇല്ല. കാരണം റിസ്ക് ഫ്രീ റിട്ടേൺ കിട്ടിയിട്ടില്ലെങ്കിലാണ് നമുക്ക് റിസ്ക് ഓഫ് ലോസ് വരുന്നത്. റിസ്ക് ഫ്രീ റിട്ടേൺ 0.5 ആണ്. ഇവിടെ ഏപ്രിൽ തന്നെ മന്ത്ലി റിട്ടേൺ അതിലേറെ കൂടുതലാണ്, 2.5. സോ അവിടെ ഒരു റിസ്കും ഇല്ല. സെക്കൻഡ് വൺ, മെയ്യില് ഇത് -1.25 ആണ്. മെയ്യില് നമുക്ക് ലോസ് ആണ് 1.25. അപ്പൊ എത്രയും നമ്മുടെ റിസ്ക് ഓഫ് ലോസ് നമുക്ക് ഓൾറെഡി കയ്യിൽ നിന്ന് 1.25 പോയി. വെറുതെ കൊണ്ടേ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.5 കിട്ടുമായിരുന്നു. അപ്പൊ നമുക്ക് വെറുതെ കൊണ്ടേ ഇട്ടിരുന്നെങ്കിൽ കിട്ടുന്ന 0.5ഉം കയ്യിൽ നിന്ന് പോയി. അത് കൂടാതെ മ്യൂച്വൽ ഫണ്ടിൽ തല വെച്ചത് കാരണം നമുക്കൊരു 1.25ന്റെ ലോസ് വന്നു. അപ്പൊ ടോട്ടൽ ലോസ് എത്ര നമ്മൾ പറയാം? 1.75ന്റെ ലോസ്, റിസ്ക് ഓഫ് ലോസ് വന്നു. ഈ റിസ്ക് ഓഫ് ലോസ് കണ്ടുപിടിക്കൽ മാത്രമാണ് ഇതിലെ ഒരു ഐറ്റം. നെക്സ്റ്റ് ജൂണിൽ 0, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ റിസ്ക് ഫ്രീ റിട്ടേണിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു 0.5 എങ്കിലും കിട്ടുമായിരുന്നു. അപ്പൊ 0.5 ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലോസ്റ്റ് 0.5. ജൂലൈയില് ഒരു പ്രശ്നവുമില്ല, കാരണം 2.75 ആണ്. ഓഗസ്റ്റില് പ്രശ്നമില്ല, 2.25 ആണ്. ആൻഡ് സെപ്റ്റംബറിലും പ്രശ്നമില്ല, മോർ ദാൻ 0.5 ആണ്. അപ്പൊ നേരത്തെ ചെയ്ത അതേപോലെ മന്ത്ലി റിട്ടേണിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. 2.5 മെയില് നെഗറ്റീവ് ആണ്, -1.25 പ്ലസ് 0 പ്ലസ് 2.75 പ്ലസ് 2.25 പ്ലസ് 1.25 ഈക്വൽ ടു 7.5. So 6 months in the total return 7.5. Risk of loss 1.75 and 0.5 2.25 ആണ് റിസ്ക് ഓഫ് ലോസ്. ഇത് 6 മാസത്തതാണ്. നമുക്ക് വേണ്ടത് ആവറേജ് മന്ത്ലി റിട്ടേൺ മൈനസ് ആവറേജ് റിസ്ക് ഓഫ് ലോസ് ആണ്. ആവറേജ് മന്ത്ലി ആണ്. അപ്പൊ 6 മന്ത്സിന്റെ ഫിഗർ ആണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മന്ത്സിന്റെ ആണ്. Average monthly return 7.5 divided by 6 average risk of loss 2.25 divided by 6 ആണ്. 7.5 divided by 6
equal to 1.25 and 2.25 divided by 6 equal to 0.0375. Round ചെയ്യുന്നു 0.38 ആക്കുന്നു. ഓക്കെ, അപ്പൊ മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് എക്സസ് റിട്ടേൺ ആണ് മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് പറയുന്നത്. എക്സസ് റിട്ടേൺ ഈക്വൽ ടു ആ ഫോർമുല വീണ്ടും ഞാൻ എഴുതുന്നു. അങ്ങനെ ഇതിങ്ങനെ എഴുതി പഠിക്കേണ്ടി വരും. ആ ഫോർമുല ആവറേജ് മന്ത്ലി റിട്ടേൺ മൈനസ് ആവറേജ് മന്ത്ലി റിസ്ക് ഓഫ് ലോസ് equal to 1.25 minus 0.38 equal to 1.25 minus 0.38 equal to 0.87 percentage ആണ് 0.87. So excess return 0.87 ആണ്. ലാസ്റ്റ് ഇതേപോലെ നമ്മൾ മാർക്കറ്റ് പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട്, ക്വസ്റ്റ്യനിലോട്ട് പോകുന്നുണ്ട്. മാർക്കറ്റ് പോർട്ട്ഫോളിയോ സോ വീണ്ടും എനിക്ക് വേണ്ട ഡാറ്റ ഞാനിതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വീണ്ടും സ്ക്രോൾ അപ്പ് ചെയ്യുന്ന സമയം ലാഭിക്കാം. മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെ മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് എക്സസ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. മന്ത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. മന്ത്ലി റിട്ടേൺ 1, ലോസ് ആണ് 0.75, 2, 1.75, 0.25 and 3.25. ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കൂ. ഞാൻ വെയിറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് പല ആൻസേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ചെയ്യാൻ പോവുകയാണ്. സെപ്റ്റംബർ കുറേ പേരുടെ ആൻസേഴ്സ് കറക്റ്റ് ആണ്. അപ്പോൾ സെപ്റ്റംബറിൽ 3.25. ഇനി നമ്മൾ റിസ്ക് ഓഫ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. റിസ്ക് ഓഫ് ലോസ്. സോ റിസ്ക് ഓഫ് ലോസ് ഓർക്കേണ്ടത് നമ്മുടെ റിസ്ക് ഫ്രീ റിട്ടേൺ 0.5 ആണ്, 0.5% ആണ്. ഏപ്രിലിൽ റിസ്ക് ഓഫ് ലോസ് ഒന്നുമില്ല. ഏപ്രിലിൽ റിസ്ക് ഓഫ് ലോസ് ഒന്നുമില്ല, കാരണം മോർ ദാൻ ദാറ്റ് ആണ്. മെയില് 0.75 കൊണ്ട് കളഞ്ഞും ചെയ്തു. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ 0.5 കിട്ടുമായിരുന്നു. അപ്പൊ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 0.75 പ്ലസ് 0.5, 1.25 ആണ് നമ്മുടെ ലോസ്. സെക്കൻഡ് കേസിൽ ജൂണിൽ ലോസ് ഇല്ല, ജൂലൈയിൽ ലോസ് ഇല്ല, ഓഗസ്റ്റിൽ നമുക്കൊരു ലോസ് ഉണ്ട്. എത്രയോ ഓഗസ്റ്റിലെ ലോസ്? ഓഗസ്റ്റിലെ ലോസ് 0.25 ആ. ഓഗസ്റ്റിലെ ലോസ് വെറും 0.25 ആ. അതെന്താ വെറും 0.25? നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് മിനിമം 0.5 ആ. അതിൽ നമുക്ക് എത്ര കിട്ടി? 0.25 വരെ കിട്ടി. അപ്പൊ നമ്മുടെ ലോസ് എത്രയാ? 0.25 ആണ്. ഇവിടെ എന്തുകൊണ്ട് പ്ലസ് ചെയ്തില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് അല്ല, ഇവിടെ ലോസ് അല്ല, ഇവിടെ നമുക്ക് ഇൻകം തന്നെയാണ്. 0.25 ഇൻകം കിട്ടിയെന്നുള്ളൂ, 0.25% ഇൻകം കിട്ടിയെന്നേ ഉള്ളൂ. നമുക്ക് 0.5 ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പൊ 0.5ന്റെയും 0.25ന്റെയും ഡിഫറൻസ് 0.25. സെപ്റ്റംബറിൽ അവിടെ ഒരു ലോസും ഇല്ല. സെപ്റ്റംബറിൽ ഒരു ലോസും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ 1 മൈനസ് 0.75 പ്ലസ് 2 പ്ലസ് 1.75 പ്ലസ് 0.25 പ്ലസ് 3.25 ഈക്വൽ ടു 7.5 ആണ് ടോട്ടൽ. ആൻഡ് റിസ്ക് ഓഫ് ലോസിന്റെ ടോട്ടൽ 1.5. ഇത് മന്ത്ലി ടോട്ടൽ ആണ്. നമുക്ക് അറിയേണ്ടത് ആവറേജ് എത്രയാണ്. ഈ രണ്ട് ആവറേജിന്റെയും ഡിഫറൻസ് ആണ് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് എക്സസ് റിട്ടേൺ എന്ന് പറയുന്നത്. ആവറേജ് മന്ത്ലി. സോ 7.5 ഡിവൈഡഡ് ബൈ 6 months ആണ്. 1.5 divided by 6 equal to 7.5 divided by 6, 1.25, and 1.5 divided by 6 equal to 0.25. Equal to 0.25. Therefore, നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് എക്സസ് റിട്ടേൺ. ഞാൻ ആ ഫോർമുല ഒന്നും എഴുതുന്നില്ല, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഫോർമുല ആവറേജ് മന്ത്ലി റിട്ടേൺ 1.25 minus 0.25. So 1.25 minus 0.25 equal to 1%. 1% ആണ് എക്സസ് റിട്ടേൺ. അപ്പൊ ഇപ്പോഴും നമ്മുടെ ആൻസർ ആയിട്ടില്ല. ഇതൊന്നുമല്ല നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സിന്റെ എക്സസ് റിട്ടേൺ കണ്ടുപിടിക്കാനല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് ഫണ്ട് എം എൻ ആൻഡ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ യൂസിങ് മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ്. അപ്പൊ ഇതിന്റെ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 3 ഫണ്ടാണുള്ളത്. ഫണ്ട് എം എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്, പിന്നെ അതേപോലെ ഫണ്ട് എൻ ഉണ്ട്, പിന്നെ മാർക്കറ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പൊ ഒരു 3 കാര്യങ്ങളാണ് ഉള്ളത്. മാർക്കറ്റ് പോർട്ട്ഫോളിയോ, അതിൽ മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെ എക്സസ് റിട്ടേൺ എന്ന് പറയുന്നത് 1% ആണ്. ഇതേപോലെ ഫണ്ട് എന്നിൻ്റെതും ഫണ്ട് എമ്മിൻ്റെതും നോക്കൂ. ഫണ്ട് എൻ 0.87ഉം അതേപോലെ തന്നെ ഫണ്ട് എം 1.13ഉം. 1.13% ആൻഡ് 0.87%. ഇനി നമുക്ക് ഇത് ഈസി ആയിട്ട് റാങ്ക് ചെയ്യാം. ആർക്കാ ഫണ്ട് ബെസ്റ്റ് പെർഫോമർ? ആരാ? ഫണ്ട് എം ആണ് ഫസ്റ്റ് റാങ്ക്, കാരണം 1.13% ഉണ്ട്. ഈ റാങ്കിങ് കൊടുക്കുന്നു. മാർക്കറ്റ് ഫോളിയോക്ക് നമ്മൾ ഒരു സെക്കൻഡ് റാങ്ക് കൊടുക്കുന്നു, സെക്കൻഡ് റാങ്ക്, കാരണം 1 ആണ്. പിന്നെ ലാസ്റ്റ് റാങ്കിങ് ആണ് ഫണ്ട് എന്നിന്, കാരണം അത് വെറും 0.87 ആണ്. അപ്പൊ നമ്മളിത് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഫണ്ട് എം ഹാസ് പെർഫോം ബെറ്റർ ദാൻ മാർക്കറ്റ്. ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവാലുവേഷൻ ഫണ്ട് എം ഹാസ് പെർഫോം ബെറ്റർ ദാൻ മാർക്കറ്റ്. പെർഫോംഡ് ബെറ്റർ ദാൻ മാർക്കറ്റ്. കാരണം മാർക്കറ്റിലെ പോർട്ട്ഫോളിയോ 1% ആണ്, ഫണ്ട് എം 1.13 ഉണ്ട്.
ആൻഡ് ഫണ്ട് എൻ എന്ത് ചെയ്തിട്ടില്ല? പെർഫോം ചെയ്തിട്ടില്ല. ഫണ്ട് എൻ അണ്ടർ പെർഫോംഡ് ആണ്. അണ്ടർ പെർഫോംഡ്. ഓവർ പെർഫോം, അണ്ടർ പെർഫോം എന്ന് യൂസ് ചെയ്താ കേട്ടോ. അല്ലെങ്കിൽ പെർഫോം ലോവർ ദാൻ മാർക്കറ്റ്, പെർഫോം വേഴ്സർ ദാൻ മാർക്കറ്റ്, അണ്ടർ പെർഫോംഡ് മാർക്കറ്റ്. അപ്പൊ ഇപ്പൊ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തിനാണ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ തന്നിരിക്കുന്നത്. മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സിൽ എന്തിനാണ് ഫണ്ടും എന്തിനാണ് മാർക്കറ്റും. മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സിൽ ഫണ്ടിന്റെ എക്സസ് റിട്ടേൺ എന്തിനോട് കമ്പയർ ചെയ്ത് നോക്കും? മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെ റിട്ടേണിനോട് കമ്പയർ ചെയ്ത് നോക്കും. മാർക്കറ്റിലെ പോർട്ട്ഫോളിയോയുടെ റിട്ടേണിലേറെ കൂടുതൽ നമ്മുടെ ഫണ്ടിന് പെർഫോമൻസ് ഉണ്ടെങ്കിൽ, എക്സസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്, അത് പെർഫോമൻസ് ബെറ്റർ ആണ്. ഇല്ലെങ്കിൽ പെർഫോമൻസ് ബാഡ് ആണ്. അപ്പൊ എന്ത് കഴിഞ്ഞു? മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ആ മെത്തേഡ് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് 10-20 ക്വസ്റ്റ്യൻസ് ആയി നമ്മൾ ചെയ്യുന്നു. ഈച്ച് ഫിഫ്ത്ത് ഡേ ആണ്. എനിക്ക് തോന്നുന്നു 25 or 30 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് ചെയ്യുന്നുണ്ട്. ആൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം SFMന്റെ സിലബസ് വാസ്റ്റ് സിലബസ് ആണ്. സിലബസ് കുറച്ചധികം ഡീപ്പാണ്. ആൻഡ് ഈച്ച് ആൻഡ് എവറി ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് ഡാറ്റാസ് വേണം. നമ്മൾ ആദ്യം പഠിച്ചത് ബേസിക് ആയിട്ടുള്ള റിട്ടേൺ കാൽക്കുലേഷൻ, പിന്നെ ആവറേജ് റിട്ടേൺ കാൽക്കുലേഷൻ, പിന്നെ ഷാർപ്പ് പഠിച്ചു, ടെയ്നർ പഠിച്ചു, ജെൻസൺസ് ആൽഫ പഠിച്ചു. പിന്നെ ഈച്ച് ആൻഡ് എവറി ഐറ്റത്തിൽ ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഐറ്റംസ് പഠിച്ചു. അപ്പൊ ഇതൊക്കെ 2-3 തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഒരു ഗ്രിപ്പ് കിട്ടുള്ളൂ. ആദ്യത്തെ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ക്ലാസ് മനസ്സിലാവും. വിതൗട്ട് സാറിന്റെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അത് രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആയിട്ട് കിട്ടും. മൂന്നാമത്തെ തവണ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യും. ഫ്രീക്വന്റ് ആയിട്ടുള്ള റിവിഷൻ SFMന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പല സ്റ്റുഡൻസിന്റെയും കംപ്ലൈന്റ്, സാർ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇത് മനസ്സിലാവും, സാർ ഇല്ലാതിരിക്കുമ്പോൾ ഒറ്റക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അതിനാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര എന്ന് പറഞ്ഞ ആ യൂട്യൂബ് ചാനലിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും ക്ലാസ് കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതോടുകൂടി മ്യൂച്വൽ ഫണ്ട് തീർന്നു, ക്വസ്റ്റ്യൻ തീർന്നു. പിന്നെ നമുക്ക് തിയറി ഉണ്ട്. തിയറി പെട്ടെന്ന് നമ്മൾ ഓടിച്ചു പോകേണ്ട ആവശ്യമുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7, തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7, ascertain the time weighted rate of return and annual compounded rupee weighted rate of return from the following information relating to SOM fund. Fund value at the beginning is rupees 6 crore. 3 months hence value had increased by 15% of opening value. 3 months hence value had increased by 12% of value 3 months before. At that time there was an outflow of 1 crore by way of dividend. 3 months hence value had decreased by 10% of value 3 months before. During last 3 months of year value of fund had increased by 1 crore. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് വായിക്കൂ. ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ജസ്റ്റ് വെറുതെ ഒന്ന് വായിക്കും. എന്താണ് ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഒന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിക്കും. എന്തൊക്കെ തന്നിരിക്കുന്നതെന്ന് നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കും ഫസ്റ്റ്. ഓക്കെ, വായിച്ചോ. ഇപ്പൊ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? നമുക്കൊരു ഫണ്ട് ഉണ്ടായിരുന്നു. ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത് 6 crore. 3 months കഴിഞ്ഞപ്പോൾ ഫണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. 15% ആണ് ഫണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും 3 months ആയപ്പോൾ ഫണ്ടിന്റെ വാല്യൂ വീണ്ടും 12% ഇൻക്രീസ് ചെയ്തു. 15 ആയിരുന്നു, പിന്നെ വീണ്ടും 12% ഇൻക്രീസ് ചെയ്തു. ആ സമയത്ത് നമുക്കൊരു ഔട്ട്ഫ്ലോ 1 crore ഔട്ട്ഫ്ലോ ഉണ്ടായിരുന്നു. 3 months hence value had decreased by 10% of value 3 months before. പിന്നെ വാല്യൂ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു.
During last 3 months, value of fund increased by 1 crore. Last 3 months ആയപ്പോൾ ഫണ്ട് വീണ്ടും എന്ത് ചെയ്തു? ഒരു 1 crore ഇൻക്രീസ് ചെയ്തു. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ടൈം വെയ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ കോമ്പൗണ്ടഡ് റുപ്പി വെയ്റ്റഡ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഓൾമോസ്റ്റ് സെയിം ആണ് നമ്മൾ റുപ്പി വെയ്റ്റഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും നമുക്ക് റുപ്പി വെയ്റ്റഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. റുപ്പി വെയ്റ്റഡ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്, ഓപ്പണിംഗ് വാല്യൂ. പക്ഷേ ഇവിടെ എന്ത് കൺസിഡർ ചെയ്യും? റുപ്പിയാണ്, ഡിവിഡൻഡ് കൺസിഡർ ചെയ്യും. ഓപ്പണിംഗ് വാല്യൂ 6 പ്ലസ് ഇൻക്രീസ് 15%. ഇപ്പോൾ 6 into 15% ഈക്വൽ ടു 0.9. അപ്പോൾ എത്രയായിട്ട് മാറി? 6.1 ആയി. ക്വാർട്ടർ 1 എൻഡിൽ 6.1 ആയി. നമ്പർ വാല്യൂ കൊടുക്കുന്നുണ്ട്, ക്വാർട്ടർ 1 എൻഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ സെക്കൻഡ് ആയപ്പോൾ, അടുത്തതിലായപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ബൈ 12%. 6.9 into 12%. നിങ്ങളുടെ നോട്ടിലെ ആൻസർ നോക്കിയാൽ മതി. ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 0.828. അപ്പോൾ ഇത് 7.728 ആയിട്ടുണ്ട്. ലെസ് മൈനസ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു മൈനസ്. അപ്പോൾ ഫണ്ടിൽ നിന്ന് നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് ഫണ്ടിൽ എത്ര ഉണ്ടാവും? 6.728. ഫണ്ടാണ് നമ്മൾ നോക്കുന്നത്. ഫണ്ടിന്റെ ആംഗിൾ നിന്നാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫണ്ടിൽ 7.728 ഉണ്ടായിരുന്നു. ആ ഇതിൽ കുറച്ച് 1 crore നമ്മൾ എന്തായിട്ട് വിറ്റിട്ട് അത് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടാവും. സോ 6.728 ആയി അറ്റ് ദി എൻഡ് ഓഫ് ക്വാർട്ടർ. 6.728 ആയി എൻഡ് ഓഫ് ക്വാർട്ടർ. ക്വാർട്ടർ 2യുടെ എൻഡില്. ക്വാർട്ടർ 2 അല്ലേ? യെസ്, ക്വാർട്ടർ 2യുടെ എൻഡിൽ 6.728. ഇനി നെക്സ്റ്റ് മൈനസ് ഡിക്രീസ്. ഡിക്രീസ് 10% വാല്യൂ ഡിക്രീസ് ചെയ്തു. 10% വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ഇതാണ്. 0.6728 ആണ് ഇവിടെ ഡിക്രീസ് ചെയ്യുന്നത്. 0.6728 ഡിക്രീസ് ചെയ്യുമ്പോൾ 6.728 മൈനസ് 0.6728 ഈക്വൽ ടു നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് 6.0552 ആണ്. ഇത് എൻഡ് ഓഫ് ക്വാർട്ടർ 3 ആണ്. എൻഡ് ഓഫ് ക്വാർട്ടർ 3. പിന്നെ പ്ലസ് ഇൻക്രീസ് അബ്സല്യൂട്ട് ടേമിൽ ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് 1, ടോട്ടൽ 7.0552 ആണ്. ടോട്ടൽ 7.0552 അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ, അല്ലെങ്കിൽ ക്വാർട്ടർ 4. അറ്റ് ദി എൻഡ് ഓഫ് ഇയർ അല്ലെങ്കിൽ ക്വാർട്ടർ 4. അപ്പോൾ ഇതിന്റെ ബേസിസിൽ ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുന്നു. ഇനി ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണേ, നേരത്തെ ആരോ ചോദിച്ചതിന്റെ മറുപടിയാണ് ഈ പറയാൻ പോകുന്നത്. ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ടു 7.0552 മൈനസ് 6 ഡിവൈഡഡ് ബൈ 6. ഇത് നമ്മൾ എന്ത് പറയും? ഇത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ്. സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ക്യാപിറ്റൽ അപ്രീസിയേഷൻ. പിന്നെ നമ്മൾ എന്തും കൂടിയും ആഡ് ചെയ്യാറുണ്ടായിരുന്നു, പ്ലസ് ഡിവിഡൻഡ് കൂടിയും ആഡ് ചെയ്യാറുണ്ടായിരുന്നു. പ്ലസ് നമുക്ക് ഡിവിഡൻഡ് കിട്ടിയതും കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ടായിരുന്നു. പ്ലസ് ഇവിടെ ഡിവിഡൻഡ് റുപ്പി വെയ്റ്റഡ് ആണ്, റുപ്പിയാണ്, പ്ലസ് ഡിവിഡൻഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ 7.0552 മൈനസ് 6 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 into 100 equal to 34.2533 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയെടുക്കൂ. ഈ ഡിവിഡൻഡ് മറക്കരുതേ, നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. ഓക്കെ,
അപ്പോൾ ആനുവൽ റിട്ടേൺ 34.25 ആണ്. Therefore, quarterly return equal to 34.25 full year divided by 4. 4 quarters ആണ്, divided by 4 equal to 8.56%. Okay. ഇനി എല്ലാവരും ശ്രദ്ധിക്കണേ, എന്താണ് റുപ്പി വെയ്റ്റഡ് റിട്ടേൺ എന്നുള്ളത് പറഞ്ഞു തരുക. റുപ്പി വെയ്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IRRനെ വിളിക്കുന്ന പേരാണ്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇന്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനിത് റെഡിങ്ങിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ IRRന്റെ കാൽക്കുലേഷൻ ആണ്. ഇപ്പൊ റുപ്പി വെയ്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു IRRന്റെ കാൽക്കുലേഷൻ ആണ്. IRR. അപ്പോൾ IRR നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്? IRR നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആയിരുന്നു, ഇന്റർപോളേറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ ക്വാർട്ടർലി റിട്ടേൺ 8.56 ആണ്. ഇപ്പൊ ക്വാർട്ടർലി റിട്ടേൺ 8.56 ആണ്. ക്വാർട്ടർലി റിട്ടേൺ 8.56% ആണ്. FM-ൽ ഇന്റർമീഡിയറ്റിൽ FM-ൽ പഠിച്ചതായിരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ therefore നമ്മുടെ IRR എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് റേറ്റിന്റെ ബേസിലായിരിക്കണം. IRR കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസ്കൗണ്ട് റേറ്റ് 8-ന്റെയും അതേപോലെ തന്നെ 9%-ന്റെയും, കാരണം ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് 8.56. സോ അപ്പോൾ 8% എടുക്കണം, 9% എടുക്കണം, എന്നിട്ട് IRR കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ടായിരുന്നു. ഫോർമുല മറന്നിട്ടുണ്ടാവും, അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്താണ്. ലോവർ ഡിസ്കൗണ്ട് റേറ്റ് പ്ലസ് NPV ഓഫ് ഹയർ ഡിസ്കൗണ്ട് റേറ്റ്, ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ബൈ NPV at ലോവർ റേറ്റ് മൈനസ് NPV at ഹയർ റേറ്റ്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, മറന്നിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ് IRR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. IRR ഈക്വൽ ടു IRR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോവർ ഡിസ്കൗണ്ട് റേറ്റ് പ്ലസ് NPV of lower discount rate divided by NPV of lower discount rate minus NPV at higher discount rate. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? NPV at lower 8% കാൽക്കുലേറ്റ് ചെയ്യണം, NPV at higher 9% കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ NPVയുടെ കാൽക്കുലേഷൻ ചെയ്യാൻ പോവുകയാണ്. NPV കാൽക്കുലേഷൻ. സോ ടൈം നമ്മൾ NPV ആണ്. അപ്പോൾ 0 ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ ആൻഡ് ഫോർത്ത് ക്വാർട്ടർ. ക്യാഷ് ഫ്ലോസ്, CF ക്യാഷ് ഫ്ലോ, ക്യാഷ് ഫസ്റ്റ് ഔട്ട്ഫ്ലോ ആണ് 6. ഇനി നമുക്ക് പിന്നെ എപ്പോഴാണ് ക്യാഷ് കിട്ടിയത്? സെക്കൻഡ് ക്വാർട്ടറിൽ 1 ഡിവിഡൻഡ് കിട്ടി. ആൻഡ് ഫോർത്ത് ക്വാർട്ടറിൽ എൻറ്റയർ എമൗണ്ട് എത്രയാ? 7.0552. ഇപ്പൊ പ്രസന്റ് വാല്യൂ 9 കാൽക്കുലേറ്റ് ചെയ്യുന്നു ഞാൻ അറ്റ് 9%. പ്രസന്റ് വാല്യൂ അറ്റ് 9%, ഇത് എന്താണെങ്കിലും 1 ആയിരിക്കും. പിന്നെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പൊ 1 കാൽക്കുലേറ്റ് ചെയ്യുന്നു, 1 ഡിവൈഡ് ബൈ 1.09. പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ 1 ഡിവൈഡഡ് ബൈ ഈ 1.9 ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? 1 ഡിവൈഡഡ് ബൈ 1.09 ചെയ്താൽ മതി. ഫസ്റ്റ് ഇയർ ചെയ്യുമ്പോൾ 0.917. പിന്നെ അതേ ഡിവൈഡ് ബൈ 1.09 നെക്സ്റ്റ് കിട്ടും 0.842. പിന്നെ ഡിവൈഡ് ബൈ 1.09 കിട്ടുമ്പോൾ അടുത്തത് കിട്ടും 0.772. ഡിവൈഡ് ബൈ 1.09 വീണ്ടും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സാധാ കാസിയോടെ അല്ല സിറ്റിസന്റെ കാൽക്കുലേറ്റർ ആണെങ്കിൽ ഈക്വൽ ടു അടിച്ചു പോയാൽ മതി. 0.708. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ആവശ്യമില്ല, ഈ ഒരു പെർട്ടിക്കുലർ 2 കാര്യം. അപ്പൊ നമ്മുടെ NPV ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഈക്വൽ ടു 6 into 1 -6, പിന്നെ 1 into 0.848
0.842 പിന്നെ വരുന്നത് 7.0552 into 0.708 ആണ് 4.995 something. $4.995. അപ്പോൾ NPV എത്രയാണ്? NPV 4.995 പോസിറ്റീവ് പ്ലസ് 0.842 മൈനസ് 6 നെഗറ്റീവ് 0.163 നെഗറ്റീവ് ആണ് NPV. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഹയർ എമൗണ്ടിന്റെ NPV കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ പ്രസന്റ് വാല്യൂ ലോവർ എമൗണ്ട് പ്രസന്റ് വാല്യൂ ഓഫ് 8%. ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാണ്. 0th ഇയർ ആകുമ്പോൾ 1 ആണ്. അപ്പൊ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസും സെയിം തന്നെ ആയിരിക്കും, -6 NPV ആണത്. ഇനി 1 ഡിവൈഡഡ് ബൈ 1.08 ഫസ്റ്റ് ഇയറിൻ്റെത്. അപ്പൊ നമുക്കത് ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ 1.08 സെക്കൻഡ് 0.857 ആണ്. അപ്പൊ ഇവിടെ 1 തന്നെയാണ് 0.857. അപ്പൊ എത്ര കിട്ടും? 1 into 0.857 ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ 0.857. 1 into 0.857. നെക്സ്റ്റ് ഡിവൈഡ് ബൈ 1.08 നമുക്ക് ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ 1.08 0.735. അപ്പൊ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 7.0552 into 0.735 ആയിരിക്കും. അപ്പോൾ 7.0552 into 0.735 equal to 5.186. 5.186. അപ്പോൾ NPV 5.186 plus 0.857 minus 6 0.043. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് NPV കിട്ടി. രണ്ടിന്റെയും NPV കിട്ടി. അപ്പൊ ഇനി NPVയുടെ കാൽക്കുലേഷൻ മുകളിൽ പോയിട്ട് ചെയ്യുന്നു. ലോവർ ഡിസ്കൗണ്ട് റേറ്റ് 8%. ലോവർ ഡിസ്കൗണ്ട് റേറ്റ് 8% പ്ലസ് NPV ഓഫ് ലോവർ 8 ആണ് 0.043 ഡിവൈഡഡ് ബൈ NPV ഓഫ് lower 0.403 minus 0.163 minus 0.163 ആണ്. minus 0.163. അപ്പൊ ആ മൈനസും പ്ലസ് ആവേ. ഇത് 0.206 ആണ്. അപ്പൊ 0.043 പ്ലസ് 0.206. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് 8 പ്ലസ് ഇത് മൈനസും എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് 0.208. സോ ദിസ് ഇസ് ഈക്വൽ ടു 8.208%. സോ 8.208% ആണ് നമ്മുടെ റുപ്പി വെയ്റ്റഡ് റിട്ടേൺ. അപ്പൊ നമുക്ക് വേണ്ട ഡാറ്റ കിട്ടി. 8.208 ആണ് നമ്മുടെ റുപ്പി വെയ്റ്റഡ് റിട്ടേൺ, ക്വാർട്ടർലി റുപ്പി വെയ്റ്റഡ് റിട്ടേൺ. അപ്പൊ ഞാനിവിടെ എഴുതുന്നുണ്ട് ഫൈനൽ ആൻസർ. Therefore, rupee weighted return quarterly 8.207%. Therefore, rupee weighted return annually into 4 ചെയ്താൽ മതി. 8.207 into 4%. മറ്റേ ആനുവൽ റിട്ടേൺ ഒക്കെ നോർമൽ ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതാണ് യഥാർത്ഥ ആൻസർ. 32.828 ഈക്വൽ ടു 32.828%. അപ്പോൾ ടൈം വെയ്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യൽ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. റുപ്പി വെയ്റ്റഡ് റിട്ടേൺ ആണ് IRR. അപ്പൊ റുപ്പി വെയ്റ്റഡ് റിട്ടേൺ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓർത്ത് വെക്കുക, IRR ആണ്. IRR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ലോവർ ഡിസ്കൗണ്ട് റേറ്റ് പ്ലസ്
NPV of lower divided by NPV of lower minus NPV of higher. അപ്പോൾ NPV അറിയണം. അപ്പോൾ NPV അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് അറിയണം. ആ ഡിസ്കൗണ്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയത്, ആ 8.56 നോക്കിയത്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഡിസ്കൗണ്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആനുവൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്ത് 8.56% ആനുവൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് എടുക്കുന്നത് ഏത് റേഞ്ചാന്ന് അറിയണം. എപ്പോഴും ഇങ്ങനെ തന്നെ തരിക. 7.56 ആണെങ്കിൽ നിങ്ങൾ 7ഉം 8ഉം എടുക്കണം. 8.56 ആണെങ്കിൽ 8ഉം 9ഉം 9 പോയിന്റ് സംതിങ് ഒരു റേഞ്ചിലുള്ളതായിരിക്കും തരിക. അപ്പോൾ അതിന്റെ ബാക്കിലുള്ളതും അതിന്റെ മുമ്പിലുള്ള ഹോൾ ഡിജിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഡിസ്കൗണ്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മളുടെ എന്ത് തീർന്നു, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഈ ടോപ്പിക് എൻഡയർ ടോപ്പിക് തീർന്നു. അപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എൻഡയർ ടോപ്പിക് തീർന്ന സ്ഥിതിക്ക് ഇനി തിയറി ഉണ്ട്. ആ തിയറി ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇന്ന് തന്നെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ നോട്ട്സ് പെട്ടെന്നൊന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. മ്യൂച്വൽ ഫണ്ട് നമ്മൾ 6 ദിവസം കൊണ്ട് ഒരു അറൌണ്ട് 10-12 hours കൊണ്ടാണ് ഇത് തീർത്തിരിക്കുന്നത്. അപ്പൊ മ്യൂച്വൽ ഫണ്ടിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈസി കാൽക്കുലേഷൻ. ഇതിലൊരു 50% കാൽക്കുലേഷൻസ് ഈസിയും അടുത്തൊരു 50% കാൽക്കുലേഷൻ ടഫാന്ന് പറയുന്നില്ല, പക്ഷെ മെത്തേഡ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് നമ്മൾ പെട്ടെന്ന് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാണ് 5 minutes കൊണ്ട്. ഒന്ന് നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡേ 1 പഠിച്ചത്. നെറ്റ് അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ആണ്. നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ പോർട്ട്ഫോളിയോ ആണ്. ടോട്ടൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഷെയർസ് തന്നിട്ടുണ്ടാവും, അതിന്റെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ടാവും, അത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. മൈനസ് ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ. ഓപ്പണിംഗ് ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 ആണ്. അങ്ങനെ NAV കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ മെത്തേഡ്സ് ഒക്കെ ഫസ്റ്റ് ഡേയിലെ ക്വസ്റ്റ്യൻസ് റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ഡേ 2 നമ്മൾ പഠിച്ചത് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. മന്ത്ലി റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആൾമോസ്റ്റ് എല്ലാം നമ്മൾ റിട്ടേൺ കാൽക്കുലേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ റിട്ടേൺ കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെ ചെയ്യാറ്, ക്യാപിറ്റൽ അപ്രീസിയേഷൻ നോക്കും. എന്താ ഈ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് NAV മൈനസ് ഓപ്പണിംഗ് NAV ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് NAV, അതാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. പ്ലസ് വല്ല ക്യാപിറ്റൽ ഗെയിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ, നമുക്ക് കിട്ടിയോ, പ്ലസ് വല്ല ഡിവിഡൻഡും കിട്ടിയോ, അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടിയും ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. ഇതാണ് മ്യൂച്വൽ ഫണ്ട് ഡേ 2 നമ്മൾ പഠിച്ചത്. മ്യൂച്വൽ ഫണ്ട് ഡേ 3, ഡേ 2 വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. മ്യൂച്വൽ ഫണ്ട് ഡേ 3 നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് പഠിച്ചത്. ഷാർപ്പ് റേഷ്യോ, ടേനർ റേഷ്യോ, അതേപോലെ ജെൻസൺസ് ആൽഫ, പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അവിടെ സിസ്റ്റമാറ്റിക് റിസ്കും അൺസിസ്റ്റമാറ്റിക് റിസ്കും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ജെൻസൺസ് ആൽഫയുടെ വലിയ പ്രശ്നമില്ലായിരുന്നു ഡേ 3. ഡേ 4 കുറച്ചും കൂടി വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഡേ 4 നമ്മൾ റിട്ടേൺ കാൽക്കുലേഷൻ തന്നെയാണ്, പക്ഷെ ആ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ ആണെങ്കിൽ, ബോണസ് മോഡൽ ആണെങ്കിൽ, അതേപോലെ തന്നെ ഗ്രോത്ത് ഓപ്ഷൻ ആണെങ്കിൽ എങ്ങനെയെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി ആ ഡേ 4 ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്നത്. എല്ലാ വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡേ 4 അവിടെ 8 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അവിടെയാണ് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഇപ്പൊ ചെയ്ത ഈ ഡേ 5ഉം വെറൈറ്റി, ഇത്തിരി വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. റിട്ടേൺ ഫോൺ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഫോർമുല വെച്ചിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻ. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ടേഷൻ ബൈ 100 മൈനസ് റിട്ടേൺ ഫ്രോം മ്യൂച്വൽ ഫണ്ടും, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇതേ ഫോർമുല വെച്ചിട്ട് ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസ് എങ്ങനെയാണ്. പിന്നെ എല്ലാം റിട്ടേൺ കാൽക്കുലേഷൻ തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഫാമയുടെ മോർണിംഗ് സ്റ്റാർ ഇൻഡെക്സും അതേപോലെ ടൈം വെയ്റ്റഡ് റിട്ടേണും പഠിച്ചു. അതെല്ലാം റിട്ടേൺ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡേ ഒരു 5 ക്ലാസ് ഡേ 5 വരെ ആണ് നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ ഡേ 1, ഡേ 2, ഡേ 3 റിലേറ്റീവ്ലി ഈസിയർ ആണ്. ആ ഫോർമാറ്റുകളൊക്കെ അറിയുന്ന, ഫോർമുലയൊക്കെ അറിയുന്ന, കോൺസെപ്റ്റ് ഒക്കെ അറിയുന്ന സ്റ്റുഡൻസിന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഡേ 4ഉം ഡേ 5ഉം റിട്ടേൺ കാൽക്കുലേഷൻ തന്നെയാണ്, പക്ഷെ അവിടെയാണ് ഇത്തിരി വെറൈറ്റി റിട്ടേൺ കാൽക്കുലേഷൻസ് വന്നിരിക്കുന്നത്. അപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ടോട്ടൽ ഫസ്റ്റ് ക്വസ്റ്റ്യനില് ഫസ്റ്റ് ഡേയുടെ നോട്ടിൽ 4 ക്വസ്റ്റ്യൻസും, സെക്കൻഡ് ഡേയുടെ നോട്ടിൽ 4 ക്വസ്റ്റ്യൻസ് 8, പിന്നെ 5 13, പിന്നെ 8 21, പിന്നെ 7
28 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുള്ള ടൈപ്പ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ്റെയും ഒക്കെ ഒരു ബ്ലോക്ക് ആയിട്ട് എടുത്തിട്ടാണ് സ്റ്റഡി മെറ്റീരിയൽ പ്ലസ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ചേർത്തിട്ട് ഒരു 28 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്ക് തരുന്നില്ല, കാരണം തിയറി ആണ്, പെട്ടെന്ന് തീരും. മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട തിയറിയാണ്. കുറച്ചുകൂടി തിയറി ഉണ്ട്. ആ തിയറി നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരാം. കാരണം തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വലിയ ടൈം ലൂസ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത നോട്ട്സിൽ, അടുത്ത തിയറി നോട്ട്സിൽ ഞാൻ എന്ത് തരാം, ഏതൊക്കെയാണ് ഇതെന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് മെൻഷൻ ചെയ്തു തരാം. സോ അപ്പൊ മ്യൂച്വൽ ഫണ്ടിന്റെ തിയറി പഠിക്കാൻ പോവുകയാണ്. സോ മ്യൂച്വൽ ഫണ്ടിന്റെ തിയറി ജസ്റ്റ് ഒരു മിനിറ്റ്, ഇത് ഓൾറെഡി നിങ്ങൾക്ക് നോട്ടിൽ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ശ്രീലക്ഷ്മി മാമിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അറൗണ്ട് ഒരു 28 സ്ലൈഡ്സ് ആണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ തിയറി ആയിട്ട് പഠിക്കാനുള്ളത്. കുറച്ചുകൂടി ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. സോ ജസ്റ്റ് ഒരു മിനിറ്റ്, മീറ്റിങ്ങിന് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഒരു മിനിറ്റ്, മീറ്റിംഗ് കൺട്രോൾസ്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണേ, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീനിൽ കാണിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. വിസിബിൾ ആണോ? ഒന്ന് ടൈപ്പ് ചെയ്യണേ ചാറ്റ് ബോക്സിൽ, വിസിബിൾ ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, വിസിബിൾ ആണ്. ഓക്കെ, ഗുഡ്. സോ മ്യൂച്വൽ ഫണ്ടിൽ പെട്ടെന്ന് തീരുവത്. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്, ജസ്റ്റ് വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാൽ മതി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയമാകുമ്പോൾ ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു തരാം. റോൾ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. മ്യൂച്വൽ ഫണ്ടിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിലുള്ള റോൾ എന്താ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്, അവിടെ പ്രൊഫഷണൽസ് ഉണ്ട്. ആ പ്രൊഫഷണൽസ് ആളുകളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് അവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, കുറെ ആളുകളുടെ നിന്ന് കളക്ട് ചെയ്ത് ഓർഗനൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. മാത്രമല്ല ഇവല്യൂഷൻ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെ, സ്റ്റോക്ക് മാർക്കറ്റ് ആണ് എവല്യൂഷൻ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് ഇപ്പൊ നിങ്ങൾ ലാർജ് സ്കെയിലാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. 500 കോടി 1000 കോടിയൊക്കെയാണ് ഈച്ച് ആൻഡ് എവറി മ്യൂച്വൽ ഫണ്ടിന്റെ കോർപ്പസ് കിടക്കുന്നത്, ഫണ്ട്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട് എല്ലാം എന്താ ചെയ്യുന്നത്, ആളുകളുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഷെയർസ് വാങ്ങിക്കുന്നു, ബോണ്ട് വാങ്ങിക്കുന്നു, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കുന്നു. അപ്പൊ മ്യൂച്വൽ ഫണ്ട് ആക്ച്വലി ഷെയർ മാർക്കറ്റിന്റെ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൗസ് ഹോൾഡ് സേവിങ്സ് ആണ്. അപ്പൊ ഹൗസ് ഹോൾഡ് സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് ഒന്നും വേണ്ട. മന്ത്ലി 500 വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട്. ലംസം ആയിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5000 റുപ്പീസ് വരെ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ജസ്റ്റ് ഒരു മിനിറ്റ്, ബാറ്ററി ചാർജ് തീരാറായിട്ടുണ്ട്, ഒന്ന് ചാർജ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗസ് ഹോൾഡിന്റെ ചെറിയ ചെറിയ സേവിങ്സ് 5000 റുപ്പീസിന്റെ സേവിങ്സ് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 500 റുപ്പീസ് വരെ മിനിമം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. മന്ത്ലി ഒരു എമൗണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ 500 രൂപ വരെയുള്ള സാധാരണക്കാരന് വരെ മ്യൂച്വൽ ഫണ്ട് ആക്സസിബിൾ ആണ്. ഹൗസ് ഹോൾഡ് സേവിങ്സ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്താണ് അഡ്വാൻറ്റേജ്. ഒന്ന്, പ്രൊഫഷണൽസ് ആണ് മാനേജ് ചെയ്യുന്നത്. മാത്രമല്ല ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി വെൽ ഡൈവേഴ്സിഫൈഡ് ആണ്. ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം 500 രൂപ പെർ മന്ത് വളരെ ചെറിയ എമൗണ്ട് ആണ്. ആ എമൗണ്ടിൽ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ പോലും പോസിബിൾ അല്ല. അല്ലെങ്കിൽ 5000 എന്ന് പറയുന്ന ലംസം എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ 5000 എമൗണ്ടിൽ നമുക്ക് മാക്സിമം 2-3 ഷെയർ വാങ്ങിക്കാനേ പറ്റുള്ളൂ, ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ 500 അല്ലെങ്കിൽ ഈ 5000 ഒരുപാട് ആളുകളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുമ്പോൾ അത് കോടികളാണ്. ആ കോടികൾ ഉപയോഗിച്ചിട്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. ആ ഡൈവേഴ്സിഫിക്കേഷന്റെ ബെനിഫിറ്റ് ആർക്കും കിട്ടും, മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റ് ഹോൾഡേഴ്സിനും കിട്ടും. കൺവീനിയന്റ് അഡ്മിനിസ്ട്രേഷൻ ആണ്. പേപ്പർ വർക്ക് ഒന്നുമില്ല, വളരെ കുറച്ച് പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ.
ബാഡ് ഡെലിവറി, ഡിലേഡ് പേയ്മെന്റ്, അൺനെസസറി ഫോളോ വിത്ത് ബ്രോക്കേഴ്സ്, കമ്പനീസ്, അതൊന്നും വേണ്ട. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ, ബാഡ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡെലിവറി കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. റിട്ടേൺ പൊട്ടൻഷ്യൽ ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് വളരെയധികം റിട്ടേൺ തരാൻ എബിലിറ്റി ഉള്ളതാണ്. കാരണം പ്രൊഫഷണൽസ് ആണ് അത് മാനേജ് ചെയ്യുന്നത്. ലോ കോസ്റ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലേറെ ലോ കോസ്റ്റ് ആണ്. എന്താ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ബ്രോക്കറേജ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടാവില്ല, ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞ് ബ്രോക്കറേജ് കൂടാതെ ഈച്ച് ഇയറിൽ ആ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നതിന് നമുക്ക് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞ കസ്റ്റോഡിയൽ ചാർജ് വേറെ ഉണ്ട്. അപ്പൊ ഒരുപാട് ചാർജ് ഉണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അതേപോലെ തന്നെ അതിന്റെ ബേസിസിൽ നമുക്ക് ഷെയറിൽ ട്രേഡ് ചെയ്യാനും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ റിലേറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. ലിക്വിഡിറ്റി ഉണ്ട്. ഷെയർ മാർക്കറ്റിലെ പോലെ എപ്പോൾ വേണമെങ്കിലും ഷെയർ ഇതാക്കാം, എക്സിറ്റ് ലോഡ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ. ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ. ക്ലോസ് എൻഡഡിന് പറ്റില്ല. എന്താ ഓപ്പൺ എൻഡഡ്, എന്താ ക്ലോസ് എൻഡഡ്, എന്താ എക്സിറ്റ് ലോഡ്, എൻട്രി ലോഡ് ഒക്കെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ബേസിക്കലി നോർമലി ലിക്വിഡിറ്റി ഉണ്ട്, ക്ലോസ് എൻഡഡിന് ഒഴികെ. ട്രാൻസ്പെറൻസി ആണ്. ഇൻവെസ്റ്റേഴ്സിന് റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന്, AMCന്ന്, അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടും. എത്രയാണ് അവരുടെ NAV, അവരുടെ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഏതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കിട്ടും. ഏതൊക്കെ ഷെയർസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് ആണ് ഈച്ച് ആൻഡ് എവറിത്തിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ആർക്ക് കിട്ടും? മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ഹോൾഡേഴ്സിന് കിട്ടും. സോ അത് ട്രാൻസ്പെറന്റ് ആണ്. അഡ്വാൻറ്റേജ്. ഈ അഡ്വാൻറ്റേജ് മാത്രമല്ല, ഇതിന് ചില ലിമിറ്റേഷൻസും ഉണ്ട്. ഒന്നാമത്തെ ലിമിറ്റേഷൻ, നോ ചോയ്സ് ഓഫ് സെക്യൂരിറ്റി. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മ്യൂച്വൽ ഫണ്ട് ഹോൾഡർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഫണ്ട് മാനേജർ തീരുമാനിക്കും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ചോയ്സ് ഇല്ല. 500 രൂപ മന്ത്ലി കൊടുക്കുന്ന SIP അല്ലെങ്കിൽ ലംസമായിട്ട് കൊടുക്കുന്ന 5000 അവിടെ കൊടുത്തിട്ട് മിണ്ടാതിരിക്കുക, ബാക്കിയൊക്കെ അവർ ചെയ്യും. റിലൈങ് ഓൺ പെർഫോമൻസ് ഓഫ് അതേഴ്സ്. നമ്മുടെ പെർഫോമൻസ് അല്ല, നമുക്കൊന്നും ചെയ്യാനില്ല. മന്ത്ലി കൊടുക്കുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണെങ്കിൽ മന്ത്ലി മൾട്ടിപ്പിൾസ് ഓഫ് 500 അല്ലെങ്കിൽ ലംസം ആണെങ്കിൽ കൊടുക്കുന്ന ആ എമൗണ്ട് കൊടുത്തിട്ട് മിണ്ടാതിരിക്കുക. പെർഫോമൻസ് ഒക്കെ ഫണ്ട് മാനേജർ, അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഹൈ മാനേജ്മെന്റ് ഫീസ് ആണ്. നമ്മൾ അപ്പുറത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു ബ്രോക്കറേജ് ഇല്ല. ഓക്കെ, ബ്രോക്കറേജ് ഇല്ലാന്നേ ഉള്ളൂ. ഡിമാറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഈ പ്രൊഫഷണൽസിന്റെ മാനേജ്മെന്റ് ഫീസ് ഉണ്ട്. നമ്മൾ അതിന് എക്സ്പെൻസ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസ് അവരതുണ്ട്. എൻട്രി ലോഡും എക്സിറ്റ് ലോഡും ചില കേസിലുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻട്രി ലോഡിന്റെയും എക്സിറ്റ് ലോഡിന്റെയും പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ എന്താ എൻട്രി ലോഡ് എക്സിറ്റ് ലോഡ് എന്നൊക്കെ നമ്മൾ പഠിക്കും. എൻട്രി ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ എൻട്രി ചെയ്യുമ്പോൾ അവർക്കൊരു പെർസെൻറ്റേജ് കൊടുക്കണം. എക്സിറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ വിറ്റ് പോകുമ്പോൾ അവർക്കൊരു പെർസെൻറ്റേജ് കൊടുക്കണം. അതുകൂടാതെ അവരുടെ ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസ് അതൊക്കെ കൂട്ടി നോക്കുമ്പോൾ ചില കേസിൽ ഹൈ മാനേജ്മെന്റ് ഫീസ് ആണ്, പ്രൊഫഷണൽസ് ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് റിസ്ക് മിനിമൈസ് ചെയ്യും. പക്ഷെ ഡൈവേഴ്സിഫിക്കേഷൻ റിട്ടേൺ ഗ്യാരണ്ടി ഒന്നും ചെയ്യില്ല. റിസ്ക് മിനിമൈസ് ചെയ്യുന്നു മാത്രം. ഇപ്പൊ ഡൈവേഴ്സിഫിക്കേഷൻ ടു AMC സിസ്റ്റർ കമ്പനീസ് ടു മേക്ക് ഗെയിൻസ് ഫോർ ദം. ഇതിപ്പോ നിങ്ങൾ നോക്കിയാൽ മതി. ICICI ബാങ്ക്, HDFC ബാങ്ക്, ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിലും മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിന് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ടാറ്റയ്ക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, വലിയ വലിയ ബിസിനസ്സുകാർക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ഗുണം എന്താ? ഈ വലിയ വലിയ ബിസിനസ് കമ്പനീസ് ആണ് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനി. നമ്മൾ അവർക്ക് ക്യാഷ് കൊടുത്തുന്നേ. നമ്മൾ അവർക്ക് എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. അപ്പൊ നിങ്ങളിപ്പോ ഒരു ടാറ്റ മ്യൂച്വൽ ഫണ്ട് ആണ് നിങ്ങൾ റൺ ചെയ്യുന്നത്. ടാറ്റ മ്യൂച്വൽ ഫണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ഫണ്ട് ഉണ്ട്. ടാറ്റ എത്തിക്കൽ ഫണ്ട് ടാറ്റയാണ് റൺ ചെയ്യുന്നത്. ടാറ്റയ്ക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അപ്പൊ ടാറ്റയാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി. ഇപ്പൊ ടാറ്റ എത്തിക്കൽ ഫണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് മാസം 500, 1000, 1000 വാങ്ങിക്കും. അല്ലെങ്കിൽ 5000 10,000 അങ്ങനെ ഹ്യൂജ് എമൗണ്ട് മണി ടാറ്റയുടെ കയ്യിലുണ്ടാവും. കോടികൾ, 500 crore അല്ലെങ്കിൽ 1000 crore ടാറ്റയുടെ കയ്യിലുണ്ടാവും. ടാറ്റ എന്ത് ചെയ്യും? ടാറ്റയുടെ കമ്പനീസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. ടാറ്റയുടെ കമ്പനീസിന്റെ ഷെയർ വാങ്ങിക്കും. ടാറ്റ കമ്പനീസ് ഷെയർ ഇഷ്യൂ ചെയ്യാണ്. അവർക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഗ്രോത്തിന് ആവശ്യമുണ്ട്. ജാഗറിനെ ഏറ്റെടുക്കണം, ലാൻഡ് റോവറിനെ ഏറ്റെടുക്കണം, വേറെ പല കമ്പനീസിനെ ഏറ്റെടുക്കണം, പുതിയ ഫാക്ടറി തുടങ്ങണം, മൂന്നാറിൽ പുതിയ ബിൽഡിംഗ് ഫാക്ടറി തുടങ്ങണം, പുതിയ മെഷീൻ വാങ്ങിക്കണം, ഹ്യൂജ് എമൗണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അസറ്റ് മാനേജ്മെന്റ് കമ്പനിയല്ലേ ഇരിക്കുന്നത്. നാട്ടുകാരുടെ പൈസ അല്ലേ കയ്യിലിരിക്കുന്നത്. ആ പൈസ എടുത്തിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? അവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും.
അപ്പോൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ സിസ്റ്റർ കമ്പനീസ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഫണ്ട് ഡൈവേഴ്സിഫിക്കേഷനും ചിലപ്പോൾ പോകും. എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഹോൾഡേഴ്സ് ശശിയാവും. പിന്നെ ഇവിടെ ചിലതിൽ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ലോക്ക് ഇൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ SIP ഇന്ന് പഠിക്കും, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. പലതിനും ചിലതിനൊക്കെ 3 years വരെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അഡ്വാൻറ്റേജ് മാത്രമല്ല ലിമിറ്റേഷൻസും ഉണ്ട്. ഇനി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഫോർ എ കമ്പനി ടു ബി രജിസ്റ്റേർഡ് ആസ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി. അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്താണ് അതിന്റെ ലീഗൽ റിക്വയർമെന്റ്? ഒന്ന്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ വേണം. പിന്നെ AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഡയറക്ടേഴ്സ് സ്യൂട്ടബിൾ പ്രൊഫഷണൽ ആയിരിക്കണം, സ്റ്റാൻഡിംഗ് ഉള്ള ആളുകളായിരിക്കണം, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഇതിന്റെ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഡയറക്ടർ. ചെയർമാൻ ഓഫ് AMC ഷുഡ് നോട്ട് ബി ട്രസ്റ്റി ഓഫ് എനി മ്യൂച്വൽ ഫണ്ട്. എന്താ ട്രസ്റ്റി എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിന്റെ ട്രസ്റ്റി ആവാൻ പാടില്ല. എന്താ ഈ മ്യൂച്വൽ ഫണ്ട്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ HDFC എടുക്കാം. HDFCക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. എത്ര മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും, അവർക്ക് എണ്ണ എടുക്കേണ്ടി വരും. ഗ്രോത്ത് ഫണ്ട് ഉണ്ട്, ICICIക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഉണ്ട്, ഗ്രോത്ത് ഫണ്ട് ഉണ്ട്, ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ബോണസ് പ്ലാൻ ഉണ്ട്, പിന്നെ എന്താ പറയാ ബ്ലൂ ചിപ്പ് കമ്പനി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഈച്ച് അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് ഉണ്ടാവും. അപ്പോ ഈച്ച് മ്യൂച്വൽ ഫണ്ടിന് ഗ്രോത്ത് ഫണ്ട് അതൊരു മ്യൂച്വൽ ഫണ്ടാണ്, ബോണസ് ഫണ്ട് അത് അടുത്ത മ്യൂച്വൽ ഫണ്ടാണ്, റീഇൻവെസ്റ്റ്മെന്റ് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് അത് അടുത്ത മ്യൂച്വൽ ഫണ്ടാണ്, ബ്ലൂ ചിപ്പ് കമ്പനീസ് ടോപ്പ് 25 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് അടുത്ത മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി മ്യൂച്വൽ ഫണ്ടിന് ഒരു ട്രസ്റ്റി ഉണ്ടായിരിക്കണം. ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈച്ച് മ്യൂച്വൽ ഫണ്ടിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം. അപ്പോൾ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് എന്തുണ്ടാവും? ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും. ആ ഈച്ച് മ്യൂച്വൽ ഫണ്ടിന് എന്ത് വേണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം. അവരെ വിളിക്കുന്ന പേരാണ് ട്രസ്റ്റീസ്. അപ്പോൾ ഈ എൻറ്റയർ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടല്ലോ, അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീംസിലും ആള് എന്താവാൻ പാടില്ല? ട്രസ്റ്റി ആവാൻ പാടില്ല, ബോർഡ് ഓഫ് ഡയറക്ടർ ആവാൻ പാടില്ല. AMC ഷുഡ് ഹാവ് എ മിനിമം നെറ്റ് വർത്ത് ഓഫ് 10 crore. മിനിമം നെറ്റ് വർത്ത് 10 crore വേണം. അണ്ടനും അടകോടനും പോയിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. മിനിമം 10 കോടി ക്യാപിറ്റൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്കീം. ബൈ സ്ട്രക്ചർ ഓപ്പൺ ക്ലോസ് എൻഡഡ്, ലോഡ് നോ ലോഡ് എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബൈ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്, എക്വിറ്റി, ബാലൻസ് ഫണ്ട്, ഗിഫ്റ്റ് ഫണ്ട്, ഇൻകം, മണി മാർക്കറ്റ്, ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രി സ്പെസിഫിക്, സെക്ടറൽ, ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് ഓരോന്നും എന്താണെന്ന് പഠിക്കണം. അപ്പൊ ഫസ്റ്റ് പഠിക്കുന്നത് ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് എന്താ, ക്ലോസ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട് എന്താ. ഇത് കുറച്ച് തവണ ചോദിച്ച ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. മ്യൂച്വൽ ഫണ്ട് എന്ന ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസിൽ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താ ഓപ്പൺ എൻഡഡ്, എന്താ ക്ലോസ് എൻഡഡ്? ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഭാഗമാവാം. ഓപ്പൺ എൻഡ് ഫണ്ട് ഇസ് വൺ വിച്ച് ഈസ് അവൈലബിൾ ഫോർ സബ്സ്ക്രിപ്ഷൻ ത്രൂ ഔട്ട് ദി ഇയർ. ഇപ്പൊ ക്ലോസ് എൻഡഡ് എന്താ? ക്ലോസ് എൻഡഡ് എപ്പോഴും അവൈലബിൾ അല്ല. ചില NFOs എന്ന് പറയും. NFOs എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആയിട്ട് പബ്ലിക് ഓഫർ ചെയ്യും. ഒരു സ്പെസിഫൈഡ് പീരിയഡിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അതെപ്പോഴാ? ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഇൻവെസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഇനീഷ്യൽ പബ്ലിക് ഇഷ്യൂ. IPO വരും, ആ സമയത്ത് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ എൻഡഡ് അങ്ങനെയല്ല. എപ്പോൾ വേണമെങ്കിലും നെറ്റ് അസറ്റ് വാല്യൂ നോക്കിയിട്ട് എപ്പോൾ വേണമെങ്കിലും ബൈ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും സെല് ചെയ്യാം. നമ്മുടെ ഷെയർ പോലെയാണ്. ഓപ്പൺ എൻഡഡിന് അങ്ങനെ ഫിക്സഡ് മെച്യൂരിറ്റി ഒന്നുമില്ല. ക്ലോസ് എൻഡഡിന് മെച്യൂരിറ്റി പീരീഡ് ഉണ്ട് 3 to 15 years. ഇതാണ് നമ്മൾ ലിമിറ്റേഷനിൽ പഠിച്ചത്. ഞാൻ പറഞ്ഞു ചിലതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ക്ലോസ് എൻഡഡ് എക്സാമ്പിൾ ആണ്. ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് 3 to 15 years ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3 വർഷമാണ് ലോക്ക് ഇൻ പീരീഡ് എങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. 15 year ആണെങ്കിൽ 15 വർഷം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. FD പോലെയാണ്. റീപർച്ചേസ് എനി ടൈമിൽ നമുക്ക് റീപർച്ചേസ് ചെയ്യാം. ഇത് പറ്റില്ല. ഫണ്ടിന്റെ ഒക്കെ ടേംസ് അനുസരിച്ച് റീപർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലോഡ് ഫണ്ട് ആൻഡ് നോ ലോഡ് ഫണ്ട്. ലോഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എൻട്രി ലോഡ് ഉണ്ട്. എന്താ എൻട്രി ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പറയും ഇങ്ങോട്ട് കയറുന്നതിന് ചെറിയൊരു അഡ്മിഷൻ ഫീ ഉണ്ട് കേട്ടോ.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്ന ഈ 5,000 ഉണ്ടല്ലോ, ഈ 5,000 ഫുള്ള് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഞങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടല്ലോ, സന്തോഷം. ഒരു 100 രൂപ ഞങ്ങൾ അഡ്മിഷൻ ഫീ ആയിട്ടാണ് ചാർജ് ചെയ്യും കേട്ടോ. അപ്പൊ ബാലൻസ് 4,900 ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഈ 4,900 ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം അവരുടെ മെയിൻ്റനൻസ് എക്സ്പെൻസ് ഇതിന്ന് വെട്ടും. അതും കഴിഞ്ഞിട്ട് ഒരു 50 ആണ് അവരുടെ മെയിൻ്റനൻസ് എക്സ്പെൻസ് എങ്കിൽ ബാക്കി 4,850 ആണ്. ഈ കയറുന്ന സമയത്ത് ചോദിക്കുന്നതാണ് എൻട്രി ലോഡ്. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പറയും ഓക്കെ പൊക്കോളൂ, ഒരു വിധമില്ല പൊക്കോളൂ, നിങ്ങളിപ്പോൾ തന്നിരിക്കുന്ന 5,000 ഉണ്ടല്ലോ അത് ഫുള്ള് തരില്ല കേട്ടോ, ഒരു 100 രൂപ ഞങ്ങളോട് പിടിക്കും, ബാക്കിയുള്ളത് തരും, സന്തോഷമായിട്ട് പൊക്കോളൂ. അതാണ് എക്സിറ്റ് ലോഡ്. അപ്പോൾ എന്തിനാണ് ഈ ലോഡ് ഫണ്ട്, എന്തിനാണ് ഈ എൻട്രി ലോഡ്, എന്തിനാണ് ഈ എക്സിറ്റ് ലോഡ്, എന്താണ് അതിന്റെ പേർപ്പസ്? പേർപ്പസ് ഇതാണ്. മ്യൂച്വൽ ഫണ്ടിന് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്. എന്താ സർ മ്യൂച്വൽ ഫണ്ടിന്റെ മാർക്കറ്റിംഗ് എക്സ്പെൻസ്? പരസ്യം. സർ പരസ്യം ഉണ്ടോ? യെസ്, പരസ്യം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് വെറുതെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് നോക്കിയാൽ മതി, ഒരുപാട് പരസ്യമുണ്ട്. എക്കണോമിക് ടൈംസിൽ പരസ്യം വരും, സമ്പാദ്യത്തിൽ പരസ്യം വരും, ഓൺലൈൻ മാഗസിൻസ് ആണെങ്കിലും അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ മാഗസിൻസിലെല്ലാം പരസ്യം വരും. അപ്പൊ പരസ്യം ഫ്രീ അല്ല. അപ്പൊ പരസ്യത്തിന്റെ മാർക്കറ്റിംഗിന് എക്സ്പെൻസ് ഉണ്ട് അവർക്ക്. ആ മാർക്കറ്റിംഗിന്റെ എക്സ്പെൻസ് നമ്മുടെ ദേഹത്ത് നിന്ന് അടയ്ക്കുക, യൂണിറ്റ് ഹോൾഡേഴ്സിന്റെ ദേഹത്ത് നിന്നാണ്. അപ്പൊ എൻട്രി ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് എപ്പോൾ കുറയ്ക്കും? ജോയിനിങ് ടൈമിൽ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് അങ്ങോട്ട് ചാർജ് ചെയ്യും. ഹാപ്പി. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് സെയിൽ ചെയ്ത് വിറ്റ് പോകുമ്പോഴാണ്. ഡെഫേർഡ് ലോഡ് ഉണ്ട്. ഇനി എൻട്രിയും എക്സിറ്റും അല്ലാതെ ഡെഫേർഡ് ഉണ്ട്. കുറേശ്ശെ ഓവർ എ സ്പെസിഫൈഡ് പീരിയഡിലൂടെ ഇങ്ങനെ പതുക്കെ ചാർജ് ചെയ്തിട്ട് കുറച്ച് കുഞ്ഞു വർഷങ്ങൾ കൊണ്ട് അതവിടെ ചാർജ് ചെയ്ത് കളയും. അതാണ് ഡെഫേർഡ് ലോഡ്. അപ്പൊ ഈ ലോഡ് ഫണ്ട് മാർക്കറ്റിംഗ് എക്സ്പെൻസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? പിന്നെ ലോ ലോഡ് ഫണ്ട് ആണ്. ലോ ലോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എൻട്രി ചെയ്യുന്ന സമയത്തും എക്സിറ്റ് ചെയ്യുന്ന സമയത്തും ഒന്നും ലോഡ് ഇല്ല. മാർക്കറ്റിംഗ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് അവർ കൈയിട്ട് വാരില്ല, അവർ വേറെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചോളൂ. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട? ഒരു എക്സിറ്റും ഇല്ല. NAV-യിലാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്, NAV-യിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഷെയർ വാങ്ങിക്കുന്ന അതേപോലെ അന്നത്തെ NAV എത്രയാണോ ആ പ്രൈസിൽ നമ്മൾ വാങ്ങിക്കും, നമുക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം. അതായത് ഇനീഷ്യൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഒന്നും ബിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നോ ലോഡ് ഫണ്ടും ലോഡ് ഫണ്ടും എല്ലാം എന്തിന്റെ ബേസിലാണ്? ഇനീഷ്യൽ മാർക്കറ്റിംഗ് എക്സ്പെൻസിന്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ. വേറെ അതർ റണ്ണിങ് മാനേജ്മെന്റ് എക്സ്പെൻസ് അല്ല, ആനുവൽ റെക്കറിംഗ് എക്സ്പെൻസും അതൊന്നും അല്ല. മാർക്കറ്റിംഗ് എക്സ്പെൻസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? മാർക്കറ്റിംഗ് എക്സ്പെൻസ് ചാർജ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ലോഡ് ഫണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണോ ചാർജ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അത് എൻട്രി ലോഡ്. മ്യൂച്വൽ ഫണ്ട് വിറ്റ് പോകുമ്പോഴാണോ ചാർജ് ചെയ്യുന്നത്? അതാണെങ്കിൽ എക്സിറ്റ് ലോഡ്. അതല്ല, ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഘട്ടം ഘട്ടമായിട്ടാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഡെഫേർഡ് ലോഡ്. മാർക്കറ്റിംഗ് എക്സ്പെൻസ് യൂണിറ്റ് ഹോൾഡേഴ്സിന് ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ അത് നോ ലോഡ് ഫണ്ട് ആണ്. നെക്സ്റ്റ് ഗ്രോത്ത് ഫണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പഠിച്ചത് ആ ഗ്രോത്ത് ഫണ്ട്. പ്രോബ്ലം ചെയ്തു, ഒരു ഹോംവർക്കും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഗ്രോത്ത് ഫണ്ടിന്റെ. എന്താ ഗ്രോത്ത് ഫണ്ട്? ഗ്രോത്ത് ആണ് നമ്മുടെ ഉദ്ദേശം, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് ഉദ്ദേശം. സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഡെപ്റ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താലേ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അപ്പോൾ എന്താണ് ഇവരുടെ ഒബ്ജക്റ്റീവ്? ഗ്രോത്ത് സ്കീം ലോങ് ടേം ഔട്ട്ലുക്ക് ഉള്ള ഷെയർ ഹോൾഡേഴ്സ്, യൂണിറ്റ് ഹോൾഡേഴ്സിനുള്ളതാണ്. നിങ്ങളുടെ ലോങ് ടേം ആണോ? അങ്ങനെയാണെങ്കിൽ ഉദ്ദേശം ലോങ് ടേം ആണോ? ഉദ്ദേശം വെൽത്ത് ക്രിയേഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ CMA പാസ്സായി, നിങ്ങൾക്ക് ജോലി കിട്ടി, ശമ്പളം കൊണ്ട് മ്യൂച്വൽ ഫണ്ട്, SIP അല്ലെങ്കിൽ SWB ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോൾ ഗ്രോത്ത് ഫണ്ട്. ഇനി അതല്ല, ഇൻകം ഫണ്ട് ആണോ? ഇൻകം ഫണ്ട് ഉണ്ട്, പേര് തന്നെ ഉണ്ട് ഇൻകം ഫണ്ട്. ഇൻകം ആണ് ഉദ്ദേശം. റെഗുലർ ആൻഡ് സ്റ്റഡി ഇൻകം ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻകം ആകാൻ റെഗുലർ ഇൻകം ആകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കണം റെഗുലർ ഇൻകം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഡിബഞ്ചേഴ്സിലും ബോണ്ടിലും ഗവൺമെന്റ് സെക്യൂരിറ്റീസിലും ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ആ ഇൻട്രസ്റ്റ് യൂണിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പൊ ഇവിടെ യൂണിറ്റ് ഹോൾഡേഴ്സിന് ആർക്കൊക്കെ ഉള്ളതാ? ക്യാപിറ്റൽ സ്റ്റെബിലിറ്റി. അങ്ങനെ വലിയ എന്ത് വേണ്ട? ക്യാപിറ്റൽ അപ്രീസിയേഷൻ വേണ്ട, ക്യാപിറ്റൽ കുറച്ച് ചെറുതായിട്ട് മതി, പക്ഷെ റെഗുലർ ഇൻകം വേണം എന്നുള്ളവർക്കാണ് ഇൻകം ഫണ്ട്. ഇൻകം ഫണ്ട്. ഇനി ഗിഫ്റ്റ് ഫണ്ട് ഉണ്ട്. ഗിഫ്റ്റ് ഫണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ഫണ്ടാണെന്ന് വിചാരിക്കരുത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിലും ട്രഷറി ബില്ലിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഗിഫ്റ്റ് ഫണ്ട്. പേരിൽ മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ് ഫണ്ട്. ഇപ്പൊ ഗിഫ്റ്റ് ഫണ്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും, ട്രഷറി ബിൽസിൽ ഇൻവെസ്റ്റ് ചെയ്യും. സേഫാ, ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ബോണ്ട് ഫണ്ട് പേര് തന്നെ ഉണ്ട്.
ബോണ്ടിലും അതേപോലെ തന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഡിബഞ്ചറിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ബോണ്ട് ഫണ്ട്. അപ്പൊ ആ മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഇൻകം മെയിൻ ആയിട്ട്. ബാലൻസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റിയും അതേപോലെ തന്നെ ഡെപ്റ്റിലും സമാസമം ഇൻവെസ്റ്റ് ചെയ്യും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് ഗ്രോത്തും വേണം, റെഗുലർ ഇൻകം വേണം. അപ്പോ ഇത് എന്ത് ചെയ്യും? അവരുടെ ഏർണിംഗ് ഒരു റെഗുലർ ആയിട്ട് അവരിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇക്വിറ്റിയിലും ഇൻവെസ്റ്റ് ചെയ്യും, കാരണം ഗ്രോത്ത് ആണ്. പക്ഷെ റെഗുലർ ഇൻകം വേണം. അപ്പൊ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്, ബോണ്ട്, ഡിബഞ്ചർ, ഗവൺമെന്റ് സെക്യൂരിറ്റീസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ആർക്കുള്ളതാ? രണ്ടും വേണം എന്നുള്ളത്. ഇൻകം വേണം, ഒരു മോഡറേറ്റ് ഗ്രോത്തും വേണം എന്നുള്ള ഇൻവെസ്റ്റേഴ്സ് അവരെന്ത് ചെയ്യുക? ബാലൻസ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി മണി മാർക്കറ്റ് ഫണ്ട്, പേര് തന്നെ ഉണ്ട്, മണി മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. മണി ചെയ്യുക. മണി മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാവുക? ട്രഷറി ബിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇന്റർ ബാങ്ക് കോൾ മണി, ഇതൊക്കെയാണ് മണി മാർക്കറ്റ്. അപ്പൊ ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ലിക്വിഡിറ്റി അതേപോലെ തന്നെ മോഡറേറ്റ് ഇൻകം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇൻട്രസ്റ്റ് റേറ്റിനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റിന് അനുസരിച്ച് നമ്മുടെ ഇൻകം ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആർക്കാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ അടുത്തുള്ള സർപ്ലസ് ഫണ്ട് ഉണ്ട്, ഷോർട്ട് പീരിയഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ചെറിയൊരു പീരിയഡിലോട്ട്. ഇപ്പൊ സാധാരണ നമ്മൾ പറയാറ് ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് പറയാറ്, ഇത് ഭാവിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യും. കാരണം ജസ്റ്റ് ഒരു 6 മാസം കഴിഞ്ഞാൽ CMA ഫൈനൽ പാസ്സായിട്ട് ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ 6 മാസം പോലും വേണ്ടി വരില്ല. ചിലപ്പോൾ ഡിസംബർ എന്ന് പറഞ്ഞാൽ 2-3 മാസം മതി. ഒരു 4 മാസത്തിന്റെ ഉള്ളിൽ ചിലപ്പോൾ CMA പാസ്സായി അടുത്ത 5ാമത്തെ മാസം മുതൽ ശമ്പളം വാങ്ങിക്കേണ്ട ആളുകളാണ് നിങ്ങൾ. അപ്പോൾ ശമ്പളമൊക്കെ വാങ്ങിക്കുമ്പോൾ പലപ്പോഴും നമ്മളോട് പറയാറുള്ളത്, ഫൈനാൻഷ്യൽ പ്ലാനിങ്സ് പറയാറുള്ളത്, നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം. കിട്ടുന്ന ക്യാഷ് മുഴുവൻ ചെലവാക്കല്ലേ. കിട്ടുന്ന ക്യാഷ് മുഴുവൻ FD ഇടുകയും ചെയ്യരുത്. എമർജൻസി ഫണ്ട് വേണം. പെട്ടെന്ന് എന്തെങ്കിലും അർജന്റ് ഒരു ഓപ്പറേഷൻ വന്നു, അല്ലെങ്കിൽ കാറൊന്നും ഇടിച്ചു, പെട്ടെന്ന് എന്തെങ്കിലും ക്യാഷിന്റെ ആവശ്യം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെക്കണം. ഐഡിയലി 6 മാസത്തിന്റെ ശമ്പളമൊക്കെയാണ് എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്കാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമ്മളിങ്ങനെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും പോകും. എപ്പോൾ വേണമെങ്കിലും നമ്മൾ തന്നെ അറിയാതെ പുതിയ ബിഗ് ബില്യൺ ഡേ, ഫ്ലിപ്കാർട്ട്, ആമസോണിൽ പുതിയ ഡേ, പുതിയൊരു OnePlus വരുന്നു, ഐഫോൺ വലിയ ലാഭത്തിൽ കിട്ടുന്നു, വെറുതെ വാങ്ങിച്ച് പൈസ കളയും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഷോർട്ട് ടേം പീരീഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഒന്നും നമ്മൾ നോക്കില്ല, ചെറിയൊരു ഗ്രോത്ത് മതി. ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോവരുത്, ചെറിയ എന്തെങ്കിലും ഒരു ഇൻകം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് മണി മാർക്കറ്റ് ഫണ്ട്. ഹു വിഷ് ടു ഇൻവെസ്റ്റ് സർപ്ലസ് ഫണ്ട് ഫോർ എ ഷോർട്ട് പീരീഡ്. നിങ്ങളുടെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടോ, ആവശ്യമില്ലാത്ത പൈസ, FD ഒന്നും ഇടാൻ നടക്കണ്ട, മണി മാർക്കറ്റ് ഫണ്ടിൽ ഇട്ടേക്കും. ഓക്കെ. അതർ MFs, അതല്ലാത്ത ബാക്കിയുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി സ്പെസിഫിക് സ്കീംസ് ആണ്. എന്താ ഇൻഡസ്ട്രി സ്പെസിഫിക് സ്കീംസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. IT കമ്പനിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫാർമ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ ഫണ്ട് ഉണ്ട് കേട്ടോ. ഫാർമ ഫണ്ട് ഉണ്ട്. അപ്പൊ ഫാർമ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ആ. എവിടെ ഇൻവെസ്റ്റ് ചെയ്യുക? ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ബാങ്ക് ഫണ്ട് ഉണ്ട്. ബാങ്ക് ഫണ്ട് എന്ന് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുക? ബാങ്കിന്റെ ഷെയർസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. PSU ഫണ്ട് ഉണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഫണ്ട്. അവർ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രി സ്പെസിഫിക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. ആണ് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലെ ഷെയർസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസിനെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. ഇൻഡെക്സ് സ്കീം ഉണ്ട്. ഇൻഡെക്സ് സ്കീം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. NSE 50, Nifty 50, Nifty 25 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ Nifty 50 എന്ന് പറഞ്ഞാൽ? നിഫ്റ്റിയിലെ NSEയിലുള്ള ടോപ്പ് 50 കമ്പനീസ്. NSE 25 എന്ന് പറഞ്ഞാൽ ആ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത മാർക്കറ്റ് ക്യാപ്പിൽ വരുന്ന ഏറ്റവും 25 കമ്പനീസ്. NSE 10 അങ്ങനെയുള്ള ഇൻഡെക്സ് സ്കീം ഉണ്ട്. ടോപ്പ് 10, ടോപ്പ് 25. സെക്ടറൽ സ്കീം, ഒരു സ്പെസിഫൈഡ് സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ആൾമോസ്റ്റ് ഇതേപോലെ തന്നെയാണ്. ചിലപ്പോൾ ഇൻഡസ്ട്രി ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രി ആവാം. ചിലതിൽ IPOയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളിന്ന് ഫണ്ട് വാങ്ങിക്കും, ഇനീഷ്യൽ പബ്ലിക് ഓഫർ വരുന്നു, ആര് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എടുത്താലും അത് അപ്പോൾ പോയിട്ട് വാങ്ങിക്കും IPO. ഇതാണ് സെക്ടറൽ സ്കീം. ഇനി അപ്പോൾ ഇതിൽ പിന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ഇത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയൊക്കെ വായിക്കണേ 2-3 തവണ വായിച്ച് മനസ്സിലാക്കി വെക്കുക. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഇമ്പോർട്ടന്റ് ആണ്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. എന്താണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്?
അപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ETF is a hybrid product having features of both open-ended mutual fund and exchange listed security. ഒന്നുകൂടി വായിച്ചേ. അപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഗുണം മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്, പക്ഷേ ഒരു ലിസ്റ്റഡ് സെക്യൂരിറ്റിന്റെ ഗുണവും കിട്ടും. അപ്പൊ ഇത് മ്യൂച്വൽ ഫണ്ടും പ്ലസ് ലിസ്റ്റഡ് സെക്യൂരിറ്റിന്റെ ഗുണം കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ മ്യൂച്വൽ ഫണ്ടിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസ് ആണ് മാനേജ് ചെയ്യുന്നത്. എന്താ ലിസ്റ്റഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണോ അപ്പോൾ വിൽക്കാം. അന്നത്തെ മാർക്കറ്റിലെ NAV നോക്കുന്നു, അന്നപ്പത്തെ മാർക്കറ്റിൽ വിൽക്കാം. ഇറ്റ്സ് എ ഫണ്ട് ദാറ്റ് ട്രാക്സ് ആൻ ഇൻഡെക്സ് ബട്ട് ക്യാൻ ബി ട്രേഡഡ് ലൈക്ക് എ സ്റ്റോക്ക്. ഇൻഡെക്സ് ആണ്, ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ്, പക്ഷെ ഷെയർ പോലെ ട്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, എപ്പോൾ വേണമെങ്കിലും വാങ്ങാം. In this type of fund, money is invested in stocks of index in the same proportion. ഇൻഡെക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വാങ്ങാം, വിൽക്കാം. പ്രൈസ് ഷെയർ മാർക്കറ്റ് പോലെ തന്നെയാണ്, പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിന്റെ ബേസിസിലാ? ഡിമാൻഡും സപ്ലൈയും ബേസ് ചെയ്തിട്ട് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. നമ്മുടെ ഷെയർ മാർക്കറ്റ് പോലെ തന്നെയാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആണ്, പക്ഷെ ലിസ്റ്റഡ് സെക്യൂരിറ്റി പോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, വാങ്ങും വിൽക്കുകയും ചെയ്യാം. അപ്പോൾ ലിസ്റ്റഡ് സെക്യൂരിറ്റി പോലെയാണ്. അപ്പൊ ആര് വേണം? ഷെയർ വാങ്ങിക്കണമെങ്കിൽ നമുക്കൊരു ബ്രോക്കർ വേണം. ETF എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ഒരു ബ്രോക്കർ വേണം. ആൻഡ് മ്യൂച്വൽ ഫണ്ടിന്റെ എല്ലാ ഗുണവും ഉണ്ടാവും. ലോ ഓപ്പറേറ്റിംഗ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒക്കെ കുറവാണ്. കാരണം മ്യൂച്വൽ ഫണ്ട് പോലെയല്ല, സെക്യൂരിറ്റി പോലെയാണ്. ഇപ്പൊ ലോഡൊന്നുമില്ല, നോ ലോഡ് ഫണ്ട്. മിനിമം ഇത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ഒന്നുമില്ല, നമുക്കത് പർച്ചേസ് ചെയ്യാം. ETF ക്യാൻ ബി ട്രേഡഡ് എനി ഡ്യൂറിംഗ് ഡേ. സാധാരണ പോലെ തന്നെ ഒന്നെങ്കിൽ പ്രീമിയത്തിലാവാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാവാം, നെറ്റ് അസറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ട്. എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടാൻ പോകാം, ഷെയർ പോലെ നെറ്റ് അസറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് വാങ്ങുന്നതും വിൽക്കുന്നതും. ഇതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. നെക്സ്റ്റ്, ഇതും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഫണ്ട് ഓഫ് ഫണ്ട്. ഫണ്ട് ഓഫ് ഫണ്ട് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സാധാരണ മ്യൂച്വൽ ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാറ്? ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആളുകളുടെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് ആ ക്യാഷ് കോടികളാകും, 500,000 കോടികളാകുമ്പോൾ ആ കോടികൾ ഉപയോഗിച്ചിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിക്കും, ബോണ്ട് വാങ്ങിക്കും, ഡിബഞ്ചർ വാങ്ങിക്കും. അവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാറ്. ഫണ്ട് ഓഫ് ഫണ്ട് വളരെ രസകരമാണ്. ഫണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ്. ഫണ്ട് ഓഫ് ഫണ്ട് എന്താ ചെയ്യുന്നത്? ആളുകളുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട്, മിടുക്കന്മാരാ ആളുകളുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ മടിയന്മാരാ. അപ്പൊ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ആരാ? ഇത് കോപ്പി അടിക്കുന്ന പോലെയാണ്. നമ്മൾ ക്ലാസ്സിൽ പഠിക്കാതെ പോകുന്നു, നമ്മളെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന നല്ല പഠിപ്പിച്ച സ്റ്റുഡന്റ് ആണ്. അപ്പൊ പഠിപ്പിച്ച സ്റ്റുഡന്റിന്റെ ആൻസർ ഇങ്ങനെ നോക്കി നമ്മൾ ഇപ്പുറത്ത് ഇങ്ങനെ കോപ്പി അടിക്കും, നമുക്ക് നല്ല മാർക്ക് കിട്ടും, അവനോ അവൾക്കോ നല്ല മാർക്ക് കിട്ടും, എല്ലാവരും ഹാപ്പി. അതേപോലെയാണ് ഫണ്ട് ഓഫ് ഫണ്ട്. കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും തീരുമാനമൊന്നുമില്ല. ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഏതാ അതിന് പിടിക്കും. ആ മ്യൂച്വൽ ഫണ്ടിൽ ഈ കിട്ടിയ ക്യാഷ് മുഴുവൻ അവിടെ കൊണ്ടിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, എന്നിട്ട് വെറുതെ ഇരിക്കും. ലാഭമല്ല പരിപാടി. ഇറ്റ് ഇസ് എ മ്യൂച്വൽ ഫണ്ട് സ്കീം വേർ സബ്സ്ക്രിപ്ഷൻ പ്രൊസീഡ്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ അതർ മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ ഇക്വിറ്റിയിലോ ഡെപ്റ്റിലോ ഇൻവെസ്റ്റ് ചെയ്യില്ല, പകരം മ്യൂച്വൽ ഫണ്ടില്. These funds offer and achieve a greater diversification than traditional mutual funds. സ്വാഭാവികമാണ്, ഭയങ്കര ഡൈവേഴ്സിഫിക്കേഷൻ ആയിരിക്കും. എന്തുകൊണ്ടാ? കാരണം ഓൾറെഡി ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെ ഡൈവേഴ്സിഫൈഡ് ആണ്, പല പല സ്ഥലത്താ. ഈ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കുറെ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിച്ചെടുക്കുന്നു. അപ്പോ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും. Expense fees on such funds are higher than those on regular fund because they include part of expense fees charged by underlying fund. ഇതിന്റെ ഫീസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഫീസ് വളരെ കൂടുതൽ? ഇത് ഈ AMC ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒക്കെ മ്യൂച്വൽ ഫണ്ട്സിലാണ്. ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം അവരുടെ എക്സ്പെൻസ് ചാർജ് ചെയ്യും, പിന്നെ നമ്മുടെ ഈ AMCയുടെ എക്സ്പെൻസും ചാർജ് ചെയ്യും. അപ്പോൾ കുറെ എക്സ്പെൻസ് കയറി വരും. എക്സ്പെൻസ് സാധാരണ മ്യൂച്വൽ ഫണ്ടിലേറെ ഹയർ ആണ്, പക്ഷെ കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ ഇൻഡയറക്ട്ലി എന്താ ചെയ്യുന്നത്? പ്രൊസീഡ്സ് ഓഫ് ഫണ്ട് മേ ബി ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്സ് ഓൺ ഫണ്ട് ആൻഡ് കെൻ ബി ഡിഫിക്കൽട്ട് ടു കീപ് ട്രാക്ക് ഓഫ് ഓവറോൾ ഹോൾഡിംഗ്സ്. ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇപ്പൊ ടാറ്റ എത്തിക്കൽ ഫണ്ട്, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം.
HDFCക്ക് ഫണ്ട്, HDFCക്ക് ഗ്രോത്ത് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. HDFCക്ക് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്. HDFCക്ക് പിന്നെ ഗ്രോത്ത് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, പിന്നെ ബോണസ് ഫണ്ട് ഉണ്ട്. HDFCക്ക് ഫാർമ ഫണ്ട് ഉണ്ട്, HDFCക്ക് ബാങ്ക് ഫണ്ട് ഉണ്ട്, HDFCക്ക് PSU ഫണ്ട് ഉണ്ട്, സെക്ടറൽ ഫണ്ട്. അപ്പോൾ HDFC ഫണ്ട് ഓഫ് ഫണ്ട് തുടങ്ങുകയാണ്. എന്താ ഫണ്ട് ഓഫ് ഫണ്ട്? ആളുകളിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു, ആ ക്യാഷ് ഇവർ തന്നെ ഈ ഗ്രോത്ത് ഫണ്ടിലും ഡിവിഡൻഡ് ഫണ്ടിലും ബാക്കിയുള്ള ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നല്ല ഏർപ്പാടുള്ളതാണ്, നല്ല ഈസി ഏർപ്പാട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ ഓവറോൾ ഹോൾഡിങ്സ് ട്രാക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഫണ്ട് ഓഫ് ഫണ്ട്സ് ആണ്. നെക്സ്റ്റ് ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അതിനു മുമ്പ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പഠിക്കുന്നു. ഇതും ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മ്യൂച്വൽ ഫണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മന്ത്ലി നമ്മളൊരു ഫിക്സഡ് സം 500 അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 500, 1000, 1500 മന്ത്ലി അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി, ഒരു പീരിയോഡിക് ഇന്റർവെല്ല് നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഹോൾഡ് ഇൻകത്തിന് 500 അല്ലെങ്കിൽ 1000 ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സേവിങ്സ് കഷ്ടപ്പെട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. മന്ത്ലി ഇങ്ങനെ കുറേശ്ശെ സേവ് ചെയ്യും. ആ സേവ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അന്നത്തെ NAV നോക്കിയിട്ട് മ്യൂച്വൽ ഫണ്ട് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ 1500 ആണോ എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഡേറ്റിന്റെ അന്ന് എന്നാണോ നമ്മൾ ആ ഡേറ്റ് കൊടുക്കുന്നത്, ആ ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കും. അന്നത്തെ റേറ്റിൽ NAV മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വാങ്ങിക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ സേവിങ്സ് ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ലോക്ക് ഇൻ പീരീഡ് ഒട്ടുമിക്ക SIPക്കും ലോക്ക് ഇൻ പീരീഡ് 3 years ഉണ്ട്. അപ്പൊ 3 years കഴിഞ്ഞിട്ടേ നമുക്കിത് വിൽക്കാൻ പറ്റുള്ളൂ. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഉണ്ട്. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ SIP പോലെ തന്നെയാണ്, പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് പെർമിറ്റ് ഇൻവെസ്റ്റർ ടു മേക്ക് എൻ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് വൺ ഗോ ആൻഡ് സിസ്റ്റമാറ്റിക്കലി വിഡ്രോ അറ്റ് പീരിയോഡിക്കൽ ഇന്റർവെൽ അറ്റ് സെയിം ടൈം പെർമിറ്റിംഗ് ബാലൻസ് ഫണ്ട് ടു ബി ഇൻവെസ്റ്റഡ്. സോ ഒറ്റയടിക്ക് നമ്മളൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്യാഷ് വന്നു, 1 lakh കണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 1 lakh മ്യൂച്വൽ ഫണ്ടിന് കൊടുത്തു. മ്യൂച്വൽ ഫണ്ട് അത് വാങ്ങിച്ചു, പല ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ SWP ആണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പീരിയോഡിക്കലി വിഡ്രോ ചെയ്യാം പൈസ. അപ്പോൾ നമ്മൾ പറയാണ്, ഈച്ച് 3 months കൂടുമ്പോൾ ഞങ്ങൾ 10,000 5,000 വിഡ്രോ ചെയ്യും കേട്ടോ. അപ്പോൾ 3 months കൂടുമ്പോൾ നമുക്ക് 5,000 വിഡ്രോ ചെയ്യാം, നമ്മുടെ പോക്കറ്റിൽ വരാം, അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞുകൂടാം. ബാക്കിയുള്ള 95,000 അവരെന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ അടുത്തതിൽ വീണ്ടും 5,000 ബാക്കിയുള്ളത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഗുണം എന്താ? ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഇങ്ങനെ വിഡ്രോ ചെയ്യാം. പെൻഷൻ പോലെ, പെൻഷനൊക്കെ പറ്റുന്ന ആളുകൾ അധികം ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഇത്തിരി റിസ്ക് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. എന്താ ഗുണം? നിങ്ങൾക്ക് കിട്ടിയ പെൻഷൻ പണം ബാങ്കിൽ കൊണ്ടുപോയിട്ട് FD ഇടാതെ ഇവിടെ കൊണ്ടുപോയിട്ട് ഇടുക. അപ്പൊ നമുക്ക് ആവശ്യം വരുന്ന ഘട്ടം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ 3 മാസം കൂടുമ്പോൾ നമുക്ക് എത്ര വേണോ അത് കാൽക്കുലേറ്റ് ചെയ്യാം, ആ പൈസ വിഡ്രോ ചെയ്യാം. ബാക്കിയുള്ള ഫണ്ട് അവരെവിടെ ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആവാം, ഇൻട്രസ്റ്റ് ആവാം, ഇൻകം ആവാം, ക്യാപിറ്റൽ ഗെയിൻ ആവാം, ആ ബെനിഫിറ്റ് കിട്ടും. പെൻഷൻ ഫണ്ട് പോലെയാണ്. Investors can receive regular income while still maintaining their investment growth potential. ബാക്കിയുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ കൂടും, നിങ്ങൾക്ക് ഇൻകം കിട്ടും. SWP include convenient payout option and has several tax advantage ഉണ്ട്. Withdrawal can be done monthly basis ആവാം, quarterly basis ആവാം. ടാക്സ് ഡിഡക്ട് ചെയ്യില്ല, ടാക്സ് ഇസ് നോട്ട് ഡിഡക്റ്റഡ് ആൻഡ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ. അതാണ് സെവറൽ ടാക്സ് അഡ്വാൻറ്റേജ്. ടാക്സ് ഇല്ല ഇതിൽ, ഗെയിനിന് ടാക്സ് ഇല്ല. പിന്നെ there are no entry or exit load. അപ്പൊ ഇതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഇനി ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടത്? ഒന്ന് പാസ്റ്റ് പെർഫോമൻസ്, പാസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ? പിന്നെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മ്യൂച്വൽ ഫണ്ട് എപ്പോഴാണ് മണി റേസ് ചെയ്യുന്നത്? ബുള്ളിഷ് മാർക്കറ്റിലാണ് മണി റേസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറയും. നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറയും. ആർക്ക്? യൂണിറ്റ് ഹോൾഡർക്ക്. എന്തുകൊണ്ടാ? ബുള്ളിഷ് മാർക്കറ്റ് ആകുമ്പോൾ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, ഷെയർസിന്റെ പ്രൈസ് മുകളിലോട്ട് പോവുക. ആ മുകളിലോട്ട് പോകുമ്പോൾ NAV മുകളിലോട്ട് പോകും. അപ്പൊ യൂണിറ്റ്സ് വാങ്ങിക്കുന്നത് ഹൈ പ്രൈസിലായിരിക്കും, അപ്പൊ കുറച്ച് യൂണിറ്റ്സേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ബിയറിഷ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റാ, പ്രൈസ് ഇടിഞ്ഞ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുക.
പ്രൈസ് ഇടിഞ്ഞ് താഴത്തോട്ട് വരുമ്പോൾ പ്രൈസ് കുറവാണ്, അപ്പൊ കൂടുതൽ നമ്പേഴ്സ് വാങ്ങിക്കാം. അപ്പൊ ടൈമിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവർ ചെയ്യുന്നതാണ്. സൈസ് ഓഫ് ഫണ്ട്, സ്മോൾ സൈസ് ഫണ്ട് 500 കോടിയുടെ ഫണ്ട്, 1000 കോടിയുടെ ഫണ്ട്, 10,000 കോടിയുടെ ഫണ്ട്, ഫണ്ട് അനുസരിച്ച് ഇത് വരും. ബേസിക്കലി മീഡിയം സൈസ്ഡ് ഫണ്ടാണ് നന്നായിട്ട് പെർഫോം ചെയ്യുക. കാരണം വലിയ ഫണ്ട് ആണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പട്ട് ചെറിയ ഫണ്ട് ആണെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷനും റിട്ടേണിന്റെയും ഗുണം കിട്ടില്ല. പിന്നെ ഏജ് ഓഫ് ഫണ്ട്, എത്ര കാലമായിട്ട് ഈ ഫണ്ട് അവിടെ ഉണ്ട്, എത്ര കാലമായിട്ട് ഫണ്ട് ഉണ്ട്. PSU ഫണ്ട് എന്ന് പറഞ്ഞാൽ HDFCയുടെ ഫണ്ട് ഉണ്ട്, 10 വർഷമായിട്ട് എങ്ങാണ്ടുണ്ട്. 10 വർഷമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഫണ്ട് അവിടെ ഉണ്ട്. നെക്സ്റ്റ് ലാർജസ്റ്റ് ഹോൾഡിംഗ്. ലാർജസ്റ്റ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു AMC ഒരു അഡ്വാൻറ്റേജ്, മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി ആണ്. AMC എന്ത് തന്നുകൊണ്ടിരിക്കും? ഡിസ്ക്ലോഷേഴ്സ് തന്നുകൊണ്ടിരിക്കും. എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സാ? എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എത്ര പെർസെന്റേജ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാർജസ്റ്റ് ഹോൾഡിംഗ് എവിടെയാണുള്ളത്? ലാർജസ്റ്റ് ഹോൾഡിംഗിൽ എന്തെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യും. മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ 10% അല്ലെങ്കിൽ 20% ഒരു പെർട്ടിക്കുലർ കമ്പനിയിലാണ്. ആ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിന്റെ 20% സ്വാഹ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ആണ്, ആ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ പോയി. പിന്നെ ഫണ്ട് മാനേജർ ആരാണ്? വ്യക്തിയായിരിക്കും ഫണ്ട് മാനേജർ, ആളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. എക്സ്പെൻസ് റേഷ്യോ നോക്കണം. ലോവർ എക്സ്പെൻസ് റേഷ്യോ ആണ് ഹയർ റിട്ടേൺ തരിക. എന്തുകൊണ്ടാ? കാരണം ലോവർ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കുറവാണ്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് മ്യൂച്വൽ ഫണ്ട് എക്സ്പെൻസ് കുറവാണ്, മാക്സിമം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. P റേഷ്യോ, പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ നിങ്ങൾക്ക് അറിയാം, സ്റ്റോക്സിന്റെ ബേസിസിലാണ് പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. റിസ്ക് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. പിന്നെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിലാണ്. പോർട്ട്ഫോളിയോ ഇടയ്ക്ക് മാറ്റണം. എന്താ ഇടയ്ക്ക് മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ കമ്പനി കുറച്ച്, ഇത് ആര് ചെയ്യേണ്ടതാ? ഫണ്ട് മാനേജർ ചെയ്യേണ്ടതാ, അസറ്റ് മാനേജ്മെന്റ് കമ്പനി ചെയ്യേണ്ടതാ. നമ്മൾ കുറച്ച് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി അല്ലെങ്കിൽ ഫണ്ട് മാനേജർ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആളൊന്നും ചെയ്യുന്നില്ല, കയ്യും കെട്ടി നോക്കിയിരിക്കുക. ആ ഇൻവെസ്റ്റ് ചെയ്ത ചില കമ്പനീസ് ഒക്കെ പൂട്ടി പോവാറായി, അല്ലെങ്കിൽ മോശം പെർഫോമൻസാ, ആളൊന്നും ചെയ്യുന്നില്ല. അത് ചെയ്യണം. അതെന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കണം. എത്രയും പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കണം. പിന്നെ ചിലതെല്ലാം ഭയങ്കരമായിട്ട് പെർഫോമൻസ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്, ഭയങ്കര ലാഭം കിട്ടിയിട്ടുണ്ട്, ആളപ്പോഴും ഒന്നും ചെയ്യുന്നില്ല, കയ്യും കെട്ടി നോക്കിയിരിക്കുക. ഭയങ്കര ലാഭം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? അത് വിൽക്കണം. വിട്ടിട്ട് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എടുക്കണം. ആ അപ്രീസിയേഷൻ, ആ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ആർക്ക് കൊടുക്കണം? യൂണിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കണം. പോർട്ട്ഫോളിയോ ടേൺ ഓവർ, ഫണ്ട് മാനേജർ ഡിസൈഡ് വെൻ he should enter or quit the market. A very low portfolio turnover indicate that he is neither entering nor quitting the market very frequently. വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു. ഹൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആണ്, എന്തെങ്കിലും ചെറുതായിട്ട് വരുമ്പോൾ തന്നെ വിൽക്കുന്നു, വാങ്ങിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ബിഗ് വേവ് ലൂസ് ചെയ്യും. അപ്പൊ രണ്ടിന്റെയും ഒരു മിഡ് ആയിട്ടുള്ളത് വേണം ചെയ്യാൻ. ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക? എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യം മ്യൂച്വൽ ഫണ്ട് സെബിയിൽ രജിസ്റ്റർ ചെയ്യണം. മ്യൂച്വൽ ഫണ്ടിന് ഒരു സ്പോൺസർ വേണം. ആരാ സ്പോൺസർ? നമ്മുടെ അസറ്റ് മാനേജ്മെന്റ് കമ്പനിനെ വിളിക്കുന്ന പേരാണ് സ്പോൺസർ. ഇറ്റ്സ് എ ബോഡി കോർപ്പറേറ്റ് ഹു എസ്റ്റാബ്ലിഷ് മ്യൂച്വൽ ഫണ്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഫോർമാലിറ്റി വിത്ത് സെബി. സ്പോൺസറിന് സൗണ്ട് ട്രാക്ക് റെക്കോർഡ് വേണം, ജനറൽ റെപ്യൂട്ടേഷൻ വേണം. സ്പോൺസർ ഷുഡ് കോൺട്രിബ്യൂട്ട് അറ്റ്ലീസ്റ്റ് 40% ടു നെറ്റ് വർത്ത് ഓഫ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി. വെറുതെ നാട്ടുകാരുടെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യൽ പറ്റില്ല. 40% നിങ്ങളുടെ സ്വന്തം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കി 60% നാട്ടുകാരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തോ. അതെന്തിനാ സെബി അങ്ങനെ വെച്ചിരിക്കുന്നത്? ഇല്ലെങ്കിൽ എല്ലാവരും ചിട്ടി കമ്പനി തുടങ്ങുന്ന പോലെ തുടങ്ങും, പോപ്പുലർ ഫിനാൻസ് പൊട്ടുന്ന പോലെ മ്യൂച്വൽ ഫണ്ട് പൊട്ടും. അപ്പൊ നിങ്ങൾ ആദ്യം തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് പൈസ വേണം. 40% നിങ്ങളാ, ബാക്കി 60% നാട്ടുകാരുടെ അടുത്ത് നിർത്തോ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 40% ഉണ്ടല്ലോ, നിങ്ങൾ തോന്നിയാസത്തിന് മെനക്കെടില്ല, കാരണം നിങ്ങളും നഷ്ടപ്പെടും. A deed shall be executed by sponsor in favor of trustees named in the instrument of trust. മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ പോലെ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പോലെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ട്രസ്റ്റ് ഡീഡ്. ആ ട്രസ്റ്റ് ഡീഡിൽ ട്രസ്റ്റീസിന്റെ പേര് പറയണം. ട്രസ്റ്റീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ പറയുന്ന പേരാണ് ട്രസ്റ്റീസ്. മ്യൂച്വൽ ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ട്രസ്റ്റി കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരമുള്ള ട്രസ്റ്റ് ആയിരിക്കണം. ഡീഡ് വേണം. ട്രസ്റ്റ് ഡീഡ് രജിസ്റ്റർ ചെയ്തിരിക്കണം, ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം, സ്റ്റാമ്പൊക്കെ ഡ്യൂട്ടി ഒക്കെ അടച്ചിട്ട്. ഡീഡിൽ ഇതിന്റെ സെബി റെഗുലേഷൻസ് പ്രകാരമുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. ജസ്റ്റ് വായിച്ചാൽ മതി. നെക്സ്റ്റ്,
ചില ഇന്റർ സ്കീം ട്രാൻസ്ഫർ അതേപോലെ ഇനീഷ്യൽ ഇഷ്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തിയറി ഉണ്ട്. എന്താ ഇന്റർ സ്കീം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു സ്കീമിൽ നിന്ന് മറ്റൊരു സ്കീമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഗ്രോത്ത് ഫണ്ട് ആയിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുക ഏയ് ഗ്രോത്ത് ഫണ്ട് വേണ്ട, ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ്. ആർക്ക് തോന്നുന്നേ? അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് തോന്നുക ഗ്രോത്ത് ഫണ്ടും ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റും നമുക്കവിടെ മെർജ് ചെയ്ത് ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് ആക്കിയല്ലോ, ഗ്രോത്ത് ഫണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്കീമിൽ നിന്ന് വേറെ സ്കീമിലോട്ട് ഇതാക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആർ ഡൺ അറ്റ് പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ് ഓഫ് കോട്ടഡ് ഇൻസ്ട്രുമെന്റ് ഓൺ സ്പോട്ട് ബേസിസ്. കോട്ടഡ് പ്രൈസിൽ മാർക്കറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സെക്യൂരിറ്റി ട്രാൻസാക്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യണം, കൺഫോമിറ്റി വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്. എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫണ്ട് നമുക്ക് ഒരിക്കലും ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെന്റ് ആക്കാൻ പറ്റില്ല. ഒരു ഗ്രോത്ത് ഫണ്ട് വേണമെങ്കിൽ വേറെ ഗ്രോത്ത് ഫണ്ട് ഉണ്ടെങ്കിൽ അത് രണ്ടും മെർജ് ചെയ്യാം, കാരണം ഒബ്ജക്റ്റീവ് മാറ്റി മറിക്കാൻ പറ്റില്ല. പിന്നെ ഇനീഷ്യൽ ഇഷ്യൂ എക്സ്പെൻസ് ഉണ്ട്. എന്താ ഇനീഷ്യൽ ഇഷ്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ എൻട്രി ലോഡ് എക്സിറ്റ് ലോഡ് ആ ഇഷ്യൂ എക്സ്പെൻസ് അത് ഷുഡ് നോട്ട് എക്സീഡ് 6% ഓഫ് ഫണ്ട് റേസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 6 രൂപയാണ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കി 94 എന്ത് ചെയ്തിരിക്കണം? ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, restrictions on investment. ഓക്കെ, ഒരു 4 ഇതും കൂടിയേ ഉള്ളൂ. restrictions on investment. ഇൻവെസ്റ്റ്മെന്റിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്ത് ഇൻവെസ്റ്റ്മെന്റ്? അസറ്റ് മാനേജ്മെന്റ് കമ്പനി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതേപോലെ തന്നെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഇൻവെസ്റ്റ്മെന്റിലെല്ലാം ലിമിറ്റ് ഉണ്ട്. എന്താ ലിമിറ്റ്? ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് 15% ഓഫ് NAV-യിലെ ഡെപ്റ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് എ സിംഗിൾ ഇഷ്യൂർ. സർ അപ്പൊ ഫുള്ള് ഡെപ്റ്റ് ആണെങ്കിലോ? പ്രശ്നമൊന്നുമില്ല. ഒരു സിംഗിൾ ഇഷ്യൂവറുടെ 15%. ഡിബഞ്ചറിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ, എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ. പക്ഷെ ഒരാളുടെ ഡിബഞ്ചർ, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡിബഞ്ചർ ഉണ്ടല്ലോ, ഒരു കമ്പനിയുടെ സിംഗിൾ ഡിബഞ്ചറിൽ 15% പറ്റുള്ളൂ. അങ്ങനെ ഒരു 7-8 ഡിബഞ്ചർ ആയിക്കോ, പക്ഷെ മാക്സിമം ഒരു ഡിബഞ്ചർ 15% പറ്റുള്ളൂ. ഇനി 20% എന്ത് വേണം? അപ്രൂവൽ ഓഫ് ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ആൻഡ് AMC. 20% ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്ത് വേണം? അപ്രൂവൽ വാങ്ങിക്കണം. ഏത് 20% എന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ 20% കിടന്ന് കളിക്കുകയാണെങ്കിൽ അപ്രൂവൽ വാങ്ങിക്കണം. പിന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആൻഡ് മണി മാർക്കറ്റിലും ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സിലും. നെക്സ്റ്റ്, അൺറേറ്റഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്. എന്താ അൺറേറ്റഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ? ഡിബഞ്ചർ റേറ്റ് ചെയ്തിട്ടില്ല. ആരെ റേറ്റ് ചെയ്യുക? ക്രൈസിലൊക്കെ റേറ്റ് ചെയ്യും. അങ്ങനെ റേറ്റിംഗ് ഏജൻസി ഉണ്ട്. ഒരു പേര് പറയാത്തപ്പോ മണപ്പുറം ഒരു പേര് പറയാറില്ല. A റേറ്റഡാ, AAA റേറ്റഡാ. AAA ആണ് ഏറ്റവും സേഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ കമ്പനിക്ക് ഒരുപാട് അസറ്റ് ഉണ്ട്. അപ്പോൾ ഇത് പൂട്ടിപ്പോയാലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒന്നും പറ്റില്ല. ബാക്കപ്പ് എന്തുണ്ട്? അസറ്റ് ഉണ്ട്. അത് വിറ്റിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു തരും വിത്ത് ഇൻട്രസ്റ്റ്. അതാണ് AAA. പക്ഷെ ഡെപ്റ്റ് ഒന്നും റേറ്റ് ചെയ്തിട്ടില്ല, ക്രൈസിലൊന്നും റേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസും അപ്രൂവൽ വാങ്ങിക്കണം ആ ഇൻവെസ്റ്റ്മെന്റ്. അതും 10% ഓഫ് NAV-യെ പറ്റുള്ളൂ ഇൻഡിവിജ്വലി. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ 10% ഡെപ്റ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. 10% ഉണ്ടാവാൻ പാടുള്ളൂ. അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനത്തെ എല്ലാം ചേർത്തിട്ട് അൺറേറ്റഡില് മാക്സിമം 25 പറ്റുള്ളൂ. ഒരു കമ്പനിയുടെ മാക്സിമം 10 ആൻഡ് മാക്സിമം ടോട്ടൽ ചെയ്യുമ്പോൾ പല കമ്പനീസ് ഉണ്ടെങ്കിലും ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 100 ആണെങ്കിൽ 25 അൺറേറ്റഡിൽ പറ്റുള്ളൂ. ഷെയർ ക്യാപിറ്റൽ ഓഫ് കമ്പനി. ഒരു കമ്പനിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യാം? മ്യൂച്വൽ ഫണ്ടിന് 100% ഒന്നും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 10% ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ആ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എല്ലാം കമ്പനിയുടെ ആംഗിളിലാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, സ്കീം അണ്ടർ സെയിം AMC ഓർ അതർ മ്യൂച്വൽ ഫണ്ട് അണ്ടർ സെയിം AMC. ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു AMC കമ്പനിയുടെ സ്കീംസിൽ എത്ര പറ്റുള്ളൂ? 5%. അപ്പൊ ഫണ്ട് ഓഫ് ഫണ്ട് ആണെങ്കിലും 5% പറ്റുള്ളൂ. Equity shares or equity related instrument 10% of NAV. Not applicable to investment in index fund or sector. അപ്പൊ ഇതെന്താ പറയുന്നത്? ഇക്വിറ്റി ഷെയർസിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ NAV-യുടെ എല്ലാം ഒന്നും ഒരു കമ്പനിയിൽ പറ്റില്ല. 10% പറ്റുള്ളൂ. ഒരു കമ്പനിയുടെ ഫുൾ ഷെയറും മ്യൂച്വൽ ഫണ്ടിന് വാങ്ങിക്കാൻ പറ്റില്ല. 10% പറ്റുള്ളൂ. അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ 5%, ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ 5%, ക്ലോസ് എൻഡഡ് ആണെങ്കിൽ 10%. ഇൻവെസ്റ്റ്മെന്റിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ്, പ്രൊഹിബിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല.
എവിടെ ചെയ്യാൻ പറ്റില്ല? അൺലിസ്റ്റഡ് സെക്യൂരിറ്റി, അസോസിയേറ്റ് ഓർ ഗ്രൂപ്പ് കമ്പനി ഓഫ് ദി സ്പോൺസർ. നിങ്ങളുടെ ഗ്രൂപ്പ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി ഉണ്ടല്ലോ, ആ ഹോൾഡിംഗ് സബ്സിഡറി അസോസിയേറ്റ് കമ്പനിയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺലിസ്റ്റഡിൽ പറ്റില്ല. ലിസ്റ്റഡ് ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അൺലിസ്റ്റഡിൽ പറ്റില്ല. ലിസ്റ്റഡ് ആണെങ്കിൽ എത്രയേ പറ്റുള്ളൂ? 5% പറ്റുള്ളൂ. എനി സെക്യൂരിറ്റി ബൈ വേ ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബൈ അസോസിയേറ്റ് ഓർ ഗ്രൂപ്പ് കമ്പനി, പ്രൈവറ്റ് പ്ലേസ്മെന്റ് പറ്റില്ല. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ലോയിൽ പഠിച്ചിട്ടുണ്ടാവും. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഓഫ് ഗ്രൂപ്പ് കമ്പനി വിച്ച് എക്സസ് ഓഫ് 25%. അപ്പൊ അസോസിയേറ്റ് സബ്സിഡറി ഒക്കെ ഈ ഗ്രൂപ്പ് കമ്പനിയുടെ 25% പറ്റുള്ളൂ. എനി ഫണ്ട് ഓഫ് എ ഫണ്ട് സ്കീം, ഫണ്ട് ഓഫ് ഫണ്ടിൽ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് രണ്ട് കാര്യം പഠിക്കാനേ ഉള്ളൂ. ഇൻവെസ്റ്ററുടെ റൈറ്റ് എന്താണ്, പിന്നെ അവരുടെ റൈറ്റിന്റെ ലിമിറ്റേഷൻ എന്താണ്. യൂണിറ്റ് ഹോൾഡറുടെ റൈറ്റ് എന്താ? യൂണിറ്റ് ഹോൾഡറിന് ഡിവിഡൻഡ് കിട്ടാൻ വകുപ്പുണ്ട് 42 days. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 42 daysന്റെ ഉള്ളിൽ ഡിവിഡൻഡ് കിട്ടണം. AMC വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സ് എന്ന് പറയാം, ഒരു കാര്യം ചെയ്തേക്ക്, പെർഫോമൻസ് ഭയങ്കര മോശ, നിർത്തിപ്പോയേക്ക്, ഞങ്ങളുടെ പൈസക്ക് തിരിച്ചു തന്നേക്ക്. അങ്ങനെ 75% ഓഫ് യൂണിറ്റ് ഹോൾഡേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടേ പൂട്ടി അവർക്ക് തിരിച്ച് ക്യാഷ് കൊടുക്കണം. യൂണിറ്റ് ഹോൾഡർ ഹാസ് എ റൈറ്റ് ടു ഇൻസ്പെക്ട് മേജർ ഡോക്യുമെന്റ്, മെറ്റീരിയൽ കോൺട്രാക്ട്, മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഓഫർ ഡോക്യുമെന്റ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ക്ലോസ് എൻഡഡ് സ്കീമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ 75% നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷനാണ്, യൂണിറ്റ് ഹോൾഡേഴ്സിൽ ചേഞ്ച് വരുത്താം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട്. പിന്നെ ആനുവൽ സ്റ്റേറ്റ്മെന്റ്, എല്ലാ വർഷവും ആനുവൽ സ്റ്റേറ്റ്മെന്റ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഇൻവെസ്റ്റേഴ്സിനുണ്ട്. ഇനി ഇൻവെസ്റ്റേഴ്സിന്റെ റൈറ്റിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, യൂണിറ്റ് ഹോൾഡേഴ്സിന്റെ റൈറ്റിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, നോ റൈറ്റ് എഗെയിൻസ്റ്റ് ട്രസ്റ്റ്. ആ ട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ട്രസ്റ്റിന് എഗെയിൻസ്റ്റ് സ്യൂ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ട്രസ്റ്റീസിന് എഗെയിൻസ്റ്റ് സ്യൂ ചെയ്യാൻ പറ്റും. അത് എപ്പോഴേ സ്യൂ ചെയ്യാൻ പറ്റുള്ളൂ? ചീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ട്രസ്റ്റിന് എഗെയിൻസ്റ്റ്, ആ ആനുവൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. പകരം ആർക്ക് എഗെയിൻസ്റ്റ് കേസ് കൊടുക്കാം? ട്രസ്റ്റീസിന് എഗെയിൻസ്റ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എഗെയിൻസ്റ്റ് കേസ് കൊടുക്കാം. അതും കണ്ടീഷൻ ഉണ്ട്, ചീറ്റ് ചെയ്യണം അവര്. പെർഫോമൻസ് മോശമായി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. ട്രസ്റ്റീസ് നിങ്ങളുടെ പൈസ പുട്ടടിക്കുന്നു, ആ പൈസ വക മാറ്റുന്നു, അങ്ങനെ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാം. നോ റൈറ്റ് ടു സ്യൂ ഫോർ ലോവർ റിട്ടേൺ. അതാ ഞാൻ പറഞ്ഞത്. അയ്യോ പെർഫോമൻസ് മോശമായി അങ്ങനെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെള്ളത്തിലായി, നിങ്ങൾ പൈസ തിരിച്ചു തരണം, പറ്റില്ല. ആ മ്യൂച്വൽ ഫണ്ട് ഒക്കെ കാണിക്കുമ്പോൾ, ആ പരസ്യം കാണിക്കുമ്പോൾ കേൾക്കാം, മ്യൂച്വൽ ഫണ്ട് റിസ്ക് സബ്ജക്ട് ടു ബ്ലാ ബ്ലാ ബ്ലാ, മ്യൂച്വൽ ഫണ്ട് റിസ്ക് സബ്ജക്ട് ടു റിസ്ക് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് ആണ്. അപ്പോൾ ലോവർ റിട്ടേൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരാതി പറയാൻ പറ്റില്ല. ഇനി കുറച്ചുകൂടി തിയറി ഉണ്ട്, ആ തിയറി ഞാൻ ജസ്റ്റ് നോട്ടായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഇതേപോലെ പ്യുവർ തിയറി ആണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ 6 ദിവസം കൊണ്ട് ഒരു 10-12 മണിക്കൂർ കൊണ്ട് മ്യൂച്വൽ ഫണ്ട് തീർത്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ് വരുന്നത്. അത് പുതിയൊരു ടോപ്പിക് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ. സോ താങ്ക് യു എവ്രി വൺ. നെക്സ്റ്റ് ഫ്രൈഡേ കാണാം 7 to 9 AM. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.